ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡയറി ഫൈൻ ഇൻസ്ട്രക്ടറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡയറി ടെക്നോളജി സ്പെഷ്യൽ ടോപ്പിക്ക് അടിപൊളിയായിട്ട് ഒരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും ടോപ്പ് ലെവലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് നമ്മളെല്ലാം കോൺഫിഡൻസിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ വിഷയം വേറൊന്നുമല്ല, ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക് എന്ന് പറയുന്ന വിഷയമാണ്. അപ്പൊ നിങ്ങളോട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുന്നേ ആദ്യമായിട്ട് നിങ്ങൾ സീരിയസ് ആണെങ്കിൽ മക്കളെടാ DND മോഡ് ഓൺ ആക്കുക, എന്നിട്ട് മാത്രം ക്ലാസ് കാണുക. ഇനി ക്ലാസ് കാണുക, ആ ക്ലാസ്സിനോടൊപ്പം ഉള്ള അവസാന നിമിഷം വരെയുള്ള ചോദ്യങ്ങളെല്ലാം ആൻസർ പറയുക. അത് ആൻസർ ചെയ്യാൻ പറ്റും, അവിടെയാണ് നമ്മുടെ സന്തോഷം. ഞാൻ ഒരിക്കലും ആവർത്തിക്കുന്നു. അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് വേണ്ടി റിയൽ മോട്ടിവേഷൻ വേണ്ട മക്കളെ. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റേറ്റ് ടോപ്പർ ആയിട്ടുള്ള അനുശ്രീയുടെ ചെറിയ ഒരു സന്തോഷം നമുക്ക് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. സഹകാരിക്ക് ആദ്യം തന്നെ നന്ദി പറയുന്നത്. കാരണം ആദ്യം എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ ഈ നിമിഷം വരെ, റിസൾട്ട് വന്നു ഈ നിമിഷം വരെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് നന്ദി. എനിക്ക് സ്വന്തമായിട്ട് ജോബ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എത്ര പ്രാവശ്യം മോട്ടിവേഷൻ താഴെ പോയിട്ടുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, സാറോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പൊക്കെ പിന്നെ സാറെ വിളിക്കും, നമുക്കത് ബൗൺസ് ബാക്ക് ചെയ്ത് വന്നു എന്നുള്ളതാണ്. ഉറപ്പായിട്ടും തിരിച്ചു വന്നു. വിജയികളുടെ വാക്കുകളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്മകൾ ആശംസിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് വെൽ മോട്ടിവേറ്റഡ് ആയിട്ട്, ഇനി ഒരു പക്ഷേ പരീക്ഷ എത്ര തന്നെ നീണ്ടുപോയാലും നിങ്ങളുടെ മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറപ്പായിട്ട് ഈ ക്ലാസ്സിൻ്റെ അവസാനം വരെ കാണാൻ മറക്കരുത്. പ്രസ്താവന ചോദ്യങ്ങളുണ്ടാവും, നിങ്ങൾക്ക് ഉത്തരം പറയണം. ഞാൻ ചോദ്യം ചോദിക്കും, ഉത്തരം പറയണം കേട്ടോ. അപ്പോൾ ആ കാര്യം ആരും വിട്ടുപോകരുത്, അവസാനം വരെയും കാണുക. തുടക്കം തൊട്ട് ക്ലാസ് കണ്ടുകൊണ്ടിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവസാനം പറയുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ. സോ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന മക്കൾ എന്തൊക്കെയാണ് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മിൽക്കിനെ കുറിച്ച് പഠിക്കുന്നത്, അതുപോലെ അസിഡിറ്റി ആൻഡ് pH ഓഫ് മിൽക്ക്, അതുപോലെ ഡെൻസിറ്റി ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഈ രണ്ട് കാര്യങ്ങൾ ഇന്ന് എടുക്കുന്നുള്ളൂ. കാര്യം നമുക്ക് പഠിക്കേണ്ടത് കുറച്ച് ഡെപ്തിലാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും തീർക്കാൻ പറ്റത്തില്ല. ഈ ബാക്കി ഭാഗങ്ങളിലാണ് ഫ്രീസിംഗ് പോയിന്റും കളർ ഓഫ് മിൽക്കും ബാക്കി വരുന്ന കുറച്ച് ഭാഗങ്ങളോട് ചേർത്ത് രണ്ടാമത്തെ ഒരു ഭാഗത്തിലായിരിക്കും ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ കവർ ആകുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട, ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ ചിലർ കേട്ടിട്ടില്ലാത്തതും അല്ലെങ്കിൽ ചിലർ പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ലാത്തതും, കേട്ടിട്ടുണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള കുറച്ച് ഫാക്ട്സ് നമ്മൾക്ക് ഓർത്തു പോകാം കേട്ടോ. അപ്പോൾ എന്താണ് പാലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ലാക്റ്റിയൽ സെക്രീഷൻ, അതാണ് മിൽക്ക് എന്ന് പറഞ്ഞാൽ. ലാക്റ്റിയൽ സെക്രീഷൻ ഏതൊരു മാമലും അല്ലെ, സസ്തനികളായിട്ടുള്ള ഏതൊരു മാമലും സെക്രീറ്റ് ചെയ്യുന്ന ലാക്റ്റിയൽ സെക്രീഷനാണ് നമ്മൾ എന്ന് വിളിക്കുക, പാലെന്ന് വിളിക്കുക അല്ലേ. പാലിൻ്റെ ധർമ്മം എന്താണ്? അതിൻ്റെ യങ് വണ്ണിനെ നറിഷ് ചെയ്യുക എന്നുള്ളതാണ് ഈ മിൽക്കിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് പാലെന്ന് പറഞ്ഞാൽ. അതിനകത്ത് പാലെപ്പോഴും നമ്മളൊരു സമീകൃത ആഹാരമായിട്ടാണ് പണ്ട് പഠിച്ചിട്ടുള്ളത് അല്ലേ. ചെറിയ ക്ലാസ്സെല്ലാം പാലിനെ നമ്മളൊരു സമീകൃത ആഹാരമായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. സമീകൃത ആഹാരവും നമ്മൾ പഠിച്ചിട്ടുണ്ട്, സമ്പൂർണ്ണ ആഹാരവും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ പോഷക ഘടകങ്ങളും, എല്ലാ ന്യൂട്രിയൻസും, രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കണം, ആവശ്യമായ അനുപാതത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാലൊരു സമീകൃത ആഹാരമാണ്. കാരണം എന്താണ് മക്കളെ? കാരണം എന്താണ്? ദ മോസ്റ്റ് എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് എന്നറിയപ്പെടുന്ന സാധനം എന്നറിയാവോ? മോസ്റ്റ് എസെൻഷ്യൽ ന്യൂട്രിയൻ നമുക്ക് വിളിക്കാൻ പറ്റുന്ന സാധനം എന്താണ്? പ്രോട്ടീൻ ആണോ? വൈറ്റമിൻസ് ആണോ? മിനറൽസ് ആണോ? വാട്ടർ. നമ്മുടെ ശരീരത്ത് 10%-ലധികം, നമ്മുടെ ശരീരത്തിൻ്റെ നിലവിലുള്ളതിൻ്റെ 10%-ലധികം വാട്ടർ നഷ്ടപ്പെട്ട് പോയാൽ മാത്രമേ നമ്മൾ മരിച്ചു പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള ന്യൂട്രിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറാണ്. കാര്യം നമുക്ക് നമ്മുടെ ഒരു ബേസിക് റിക്വയർമെൻറ്റ്സ് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്ന് പറയും. പക്ഷേ അതിനേക്കാളും ബേസിക്കായിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ട ആദ്യം എന്ത് വേണം? ഓക്സിജൻ വേണം അല്ലേ. നമുക്ക് ശ്വസിക്കാൻ ഓക്സിജൻ വേണം. വെറുതെ ഓക്സിജൻ കിട്ടിയാൽ പോരാ, നമുക്ക് ശ്വസിക്കാൻ പാകത്തിനുള്ള ഓക്സിജൻ വേണം. അതിനകത്ത് ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ട്, അത് നമുക്കിവിടെ പഠിക്കാനില്ല. എന്നാൽ നമുക്ക് ശ്വസിക്കാൻ പാകത്തിനുള്ള ഓക്സിജൻ നമുക്ക് ആവശ്യമായിട്ട്. കാരണം എന്താ? ഈ അറ്റ്മോസ്ഫിയർ പ്രഷറിൽ, കൃത്യമായ പ്രഷറിൽ, കൃത്യമായ അനുപാതത്തിൽ നമുക്ക് ഓക്സിജൻ വേണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ വേണ്ടത്? നമുക്ക് ജലം വേണം. ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ആഹാരത്തിനും, വസ്ത്രത്തിനും, പാർപ്പിടത്തിനും സ്ഥാനമുള്ളൂ. ഓക്കെ, ആഹാരമില്ലാതെ നിരാഹാരം കിടന്ന് നമുക്ക് കുറേ നാൾ കിടക്കാം, ജീവിക്കാൻ പറ്റുമല്ലേ. പക്ഷെ ജലമില്ലാതെ എത്ര നാൾ പറ്റുമെന്ന് വെച്ചാൽ പെട്ടെന്ന് കാര്യം തീരുമാനമാകും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? പാലിന് എന്തുകൊണ്ടാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അനുപാതം തന്നെ അതിലെന്താണ് അടങ്ങിയിട്ടുണ്ട് മക്കളെ? വെള്ളം അടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് പാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
പാലിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്, ഡയറി സയൻസ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക്. പ്രധാനമായിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക്, അതിനോടൊപ്പം കെമിക്കൽ ആണ്. ഇവിടെ പലപ്പോഴും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്തൊക്കെ വരും? കളർ വരും, ഡെൻസിറ്റി വരും, അല്ലേ? അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി വരും, ഇതെല്ലാം വരും. ഇപ്പോൾ അസിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ചോദ്യങ്ങളുണ്ട് മക്കളെ, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കാം. അപ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ 2015 ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് എടുത്ത് പോകാം. സാധാരണ മിക്കവാറും സഹകാരിയുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന പലപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ഷേ നോക്കൂ, ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ 2015 ചോദിച്ചു. എന്താണ്? ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജീസ് റിട്ടൺ ബൈ. നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് സയൻസ് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും ആരാണ്? സുകുമാർ ഡേ ആണ് അതിൻ്റെ ഉത്തരവ്, അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപാട് പേര് എന്നെ ചോദിക്കാറുണ്ട് റെഫറൻസ് ടെക്സ്റ്റ് ഏതാണ് സാറേ എന്ന് ചോദിക്കാറുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു റെഫറൻസ് ടെക്സ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ ഡയറി സയൻസ് പഠിക്കാനായിട്ട് സുകുമാർ ഡേയുടെ ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി എടുത്ത് വായിച്ചാൽ മാത്രം മതി. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലബസിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ എന്തൊക്കെയുണ്ടോ അതൊക്കെ പഠിച്ചാൽ മാത്രം മതി. കാരണം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള സംഭവം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പഠിക്കേണ്ടത് നിങ്ങൾ വെറുതെ ഏതെങ്കിലും റാങ്ക് ഫയൽ അല്ല പഠിക്കേണ്ടത്. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? നമ്മുടെ കരിക്കുലം എടുക്കുക. കരിക്കുലം എടുത്തിൻ്റെ ഏറ്റവും അവസാനം റെഫറൻസ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. റെഫറൻസ് ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ പഠിക്കുക. ഈ റെഫറൻസ് ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് അതിന് ഘടകവിരുദ്ധമായിട്ട് കേരള PSC ആൻസർ കൊണ്ടുവന്നാൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചലഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ റാങ്ക് ഫയൽ വാങ്ങിച്ച് പഠിച്ചിട്ട് അതിൽ സാറേ ഇന്ന സ്ഥാപനത്തിൻ്റെ ഈവൻ സഹകാരി പ്രൊവൈഡ് ചെയ്യുന്ന റാങ്ക് ഫയൽ ആണെങ്കിൽ കൂടിയും പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? അങ്ങനെ ഒരു എന്താ പറയുക, അത് റെഫറൻസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ റെഫറൻസ് ടെക്സ്റ്റ് ആണ് നമുക്കിപ്പോൾ ആധാരമാക്കേണ്ടത്. റെഫറൻസ് ടെക്സ്റ്റ് എന്ന് തന്നെ നമ്മളിപ്പോൾ നോട്ട് ഉണ്ടാക്കുക, ഒരു പോയിന്റ് മിസ്സാക്കാതെ പഠിക്കുക, റിവൈസ് ചെയ്ത് പോയിന്റ്സ് മനസ്സിലുറപ്പിക്കുക, വിജയത്തിലേക്ക് എത്തുക. ഇതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. ആദ്യം നമുക്ക് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മിൽക്ക് നോക്കാം. മിൽക്കിൻ്റെ, പാലിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് നോക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ സ്റ്റേറ്റ് നോക്കുമ്പോൾ നമുക്ക് എന്തറിയാം? മിൽക്ക് ഒരു ദ്രാവകമാണ്, ലിക്വിഡാണ് നമുക്കറിയാം, അല്ലേ? മിൽക്ക് എന്താണ്? ഒരു ലിക്വിഡാണ്. അപ്പോൾ അതിൻ്റെ എന്താണ് അതിലെ കണ്ടിന്യൂസ് ഫേസ് എന്ന് പറയുന്നത്? ഏറ്റവും കൂടുതൽ എന്താ അടങ്ങിയിരിക്കുന്നത്? വാട്ടർ ആണ് മിൽക്കിലെ കണ്ടിന്യൂസ് ഫേസ്, അല്ലേ? വാട്ടർ ഈസ് ദ കണ്ടിന്യൂസ് ഫേസ് ഇൻ വിച്ച്. വാട്ടർ മാത്രമാണോ? അല്ല. മിൽക്ക് കണ്ടു കഴിഞ്ഞാൽ അതിന് വെളുത്ത നിറമുണ്ട് നമുക്ക്, അല്ലേ? വെളുത്ത നിറം അല്ലെങ്കിൽ വെളുത്ത പൊടി കലക്കിയ വെള്ളത്തെ പാലെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ അതിനൊക്കെ എന്തൊക്കെ വേണം? എന്തൊക്കെ വേണം? കുറച്ച് കോൺസ്റ്റിറ്റ്യുവൻസ് വേണം, അല്ലേ? കുറച്ച് കോൺസ്റ്റിറ്റ്യുവൻസ്. കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാം, പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. എന്നാൽ കൂടിയും നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. അതിൻ്റെ ഫോം എന്താ മക്കളെ? വാട്ടർ ആണ് കണ്ടിന്യൂസ് ഫേസ് ആൻഡ് ദ കോൺസ്റ്റന്റ് ആർ ഐദർ ഡിസോൾവ്ഡ് ഓർ സസ്പെൻഡഡ്. ഒന്നുകിൽ ഡിസോൾവ് ചെയ്യപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട രീതിയിൽ. ഡിസോൾവ്ഡ് എന്ന് എന്താണ്? ലയിക്കപ്പെട്ട, ലായനിയുടെ രൂപത്തിൽ, അല്ലേ? പഞ്ചസാര വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അത് ലായനിയായിട്ട് മാറും, അല്ലേ? പഞ്ചസാര ലായനിയായിട്ട് മാറും. അതുപോലെ ഉപ്പിട്ടാൽ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അത് ലായനിയായിട്ട് മാറും. അതായത് പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ് എന്ന് പറയുന്ന സാധനം വെള്ളത്തിൽ ലയിച്ചു മാറും എന്നുള്ളതാണ്. അതേസമയം നമുക്ക് ചോക്ക് പൊടി വെള്ളത്തിലിട്ടു, അങ്ങനെയാണെങ്കിൽ അത് ലായനിയായിട്ട് മാറില്ല. അതെന്താണ്? പെട്ടെന്ന് അതിൻ്റെ നിറം മാറാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ നന്നായിട്ട് കുലുക്കുക, സസ്പെൻഷൻ കിട്ടും, അല്ലേ? ചോക്ക് പൊടിയുടെ സസ്പെൻഷൻ നമുക്ക് കിട്ടും. അങ്ങനെ സസ്പെൻഡഡ് ആയിട്ടോ ഡിസോൾഡ് ആയിട്ടോ കാണപ്പെടും. അപ്പോൾ അതിനെ നോക്കാം. ലാക്ടോസ് ആൻഡ് എ പോർഷൻ ഓഫ് മിനറൽ സാൾട്ട്സ് ആർ ഫൗണ്ട് ഇൻ സൊല്യൂഷൻ. ലാക്ടോസ് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? പഞ്ചസാരയാണല്ലേ? പഞ്ചസാരയാണ്. പാലിലെ പഞ്ചസാരയാണ് എന്ത്? ലാക്ടോസ് എന്ന് പറയുന്നത്. ലാക്ടോസ് എന്ന് പറയുന്നത്. ലാക്ടോസ് ഒരു ഡൈസാക്കറൈഡ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അതിനെക്കുറിച്ച് പഠിക്കാം നമുക്ക്. പക്ഷെ എന്താണ്? ലാക്ടോസ് ഒരു പഞ്ചസാരയാണെന്ന് മാത്രം മനസ്സിലാക്കുക. അതുപോലെ ലാക്ടോസ് പഞ്ചസാര അല്ലെങ്കിൽ ഞാൻ നേരത്തെ പഞ്ചസാര വെള്ളത്തിലിട്ടാൽ എന്താ? അലിഞ്ഞു മാറും, അല്ലേ? അതുപോലെ ലാക്ടോസ് വെള്ളത്തിലിട്ടാലും അലിഞ്ഞു മാറും. അതിനോടൊപ്പം എന്താണ്? ആൻഡ് എ പോർഷൻ ഓഫ് മിനറൽ സാൾട്ട്സ്. നേരത്തെ ഉപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ? ഉപ്പിന്റെ കാര്യം സോഡിയം ക്ലോറൈഡ്. ഉപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ? ഉപ്പിട്ടാലും അരിഞ്ഞല്ലേ മാറുന്നേ. അതേപോലെ ലാക്ടോസും അതുപോലെ മിനറൽ സാൾട്ട്സും എന്തായിട്ടാണ് കാണപ്പെടുന്നത്? എന്താണ്? സൊല്യൂഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്, അല്ലേ? അതുപോലെ പിന്നെ എന്താ? ബാക്കിയുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ്? പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീൻ പ്രധാനമായിട്ടും വേ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ കെയ്സീൻസ് ഉണ്ട്, അല്ലേ? സോ എന്താ? പ്രോട്ടീൻ ആൻഡ് ദ റിമൈൻഡർ ഓഫ് ദ മിനറൽസ്. പിന്നെ മിനറൽസ് അതിനകത്ത് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള മിനറൽസും ഈ പ്രോട്ടീനും എല്ലാം എങ്ങനെ? കൊളോയിഡൽ സസ്പെൻഷൻ ആയിട്ട്, അല്ലെ? എന്താ? എങ്ങനെയാ കൊളോയിഡൽ സസ്പെൻഷൻ? എന്താ കൊളോയിഡൽ എന്ന്? വളരെ സിമ്പിൾ. നിങ്ങൾ മുട്ടയുടെ വെള്ളം എടുക്കുക, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിനകത്തോട്ട് മുട്ടയുടെ വെള്ളം അതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കലക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് കൊളോയിഡ്. ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിൽ ഒന്ന് ഓർക്കുക കേട്ടോ. ഒന്ന് കലങ്ങിയില്ലേ? അന്ന് കലങ്ങി വരുന്ന സംഭവം, അതാണ് കൊളോയിഡ്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. അതുപോലെ ഫാറ്റും ഉണ്ട്. പ്രോട്ടീൻ മാത്രമല്ല, ഫാറ്റ് ഉണ്ട്. ഫാറ്റ് എണ്ണ എടുത്ത് വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ എന്താ അവസ്ഥ?
ഒരു ഗ്ലാസ് വെള്ളമുണ്ട്, അതിനകത്തേക്ക് നമ്മൾ ഒരു കരണ്ടി എണ്ണ എടുത്ത് ഒഴിച്ചു. എന്തായിരിക്കും അവസ്ഥ? പോട്ടെ, എണ്ണ അവിടെ നിൽക്കട്ടെ, നമ്മൾ ഗീ ഒഴിച്ചു. ഗീ എന്ന് പറയുമ്പോൾ ക്ലാരിഫൈഡ് ബട്ടർ ഫാറ്റ് ആണല്ലോ, അല്ലേ? ഗീ എന്ന് പറയുന്നതാണ് ക്ലാരിഫൈഡ് ബട്ടർ ഫാറ്റ് ആണ് ഗീ. ഒരു സ്പൂൺ ഗീ നമ്മൾ ഒഴിച്ചു ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക്. അപ്പോൾ അതെങ്ങനെ കാണപ്പെടും? അത് അതിൻ്റെ മുകളിൽ തന്നെ പൊന്തി നിൽക്കും, അല്ലേ? റൈറ്റ്? സംശയമില്ലാ കാര്യത്തിൽ പൊന്തി നിൽക്കും. അപ്പോൾ അതിനെ നമുക്ക് ലയിപ്പിക്കുന്നത് പോലെ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഇമൽസിഫൈ ചെയ്യണം. അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഇമൽസിഫൈങ് ഏജന്റ് ചേർക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇമൽഷൻ കിട്ടും, അല്ലേ? ഒരു അത് സ്റ്റേബിളോ അൺസ്റ്റേബിളോ അതൊക്കെ അവിടെ നിൽക്കട്ടെ, വാട്ടെവർ, ഒരു ഇമൽഷൻ കിട്ടും. അപ്പോൾ എങ്ങനെ? ഒന്നുകൂടെ നോക്കാം. വാട്ടറാണ് മിൽക്കിനെ സംബന്ധിച്ച് കണ്ടിന്യൂസ് ഫേസ്. ആ കണ്ടിന്യൂസ് ഫേസിൽ ഒന്നുകിൽ, അപ്പൊ ഇതിനകത്തുള്ള കോൺഷ്യസ് എങ്ങനെ കാണപ്പെടും? ഒന്നുകിൽ ഡിസോൾവ്ഡ് ആയിട്ട് കാണപ്പെടും, അല്ലെങ്കിൽ സസ്പെൻഡഡ് ആയിട്ട് കാണപ്പെടും. രണ്ട് രീതിയിലും ഇത് കാണപ്പെടാം, അല്ലെ? അപ്പൊ എന്തൊക്കെയാ ഡിസോൾവ്ഡ് ആയിട്ട് കാണപ്പെടുന്നത്? ലാക്ടോസ്, പഞ്ചസാര ലയിക്കും. അതുപോലെ മിനറൽ സാൾട്ട്, ഉപ്പുകൾ, അപ്പൊ അത് ലയിച്ചു മാറും, അല്ലെ? ഇത് രണ്ടും എന്താണ്? സൊല്യൂഷൻ ആയിട്ടും. അതുപോലെ പ്രോട്ടീൻ ആയിട്ടുള്ള സംഗതികൾ, അല്ലെ? എന്തൊക്കെ അതെങ്ങനെ കാണപ്പെടും? കൊളോയിഡൽ സൊല്യൂഷൻ ആയിട്ടും. അതുപോലെ ഫാറ്റ് എങ്ങനെ മക്കളെ? ഇമൽഷൻ ആയിട്ടും കാണപ്പെടും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇതാണ് പാലിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പാലിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ കുറിച്ച് സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ? ഉണ്ടാവരുത്. കാരണം ഇത് ഒരുപാട് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല ഞാൻ പറഞ്ഞു തന്നത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് പാലെടുക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമുക്ക് ഒരുപാട് മേഖലകളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സംഗതിയാണ് അസിഡിറ്റി ഓഫ് മിൽക്ക്. ഈ സാധനം ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ പാലിന്റെ സ്റ്റെബിലിറ്റി, അതിന്റെ പെരിഷബിലിറ്റി ഒക്കെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അസിഡിറ്റി മനസ്സിലാക്കണം. എന്താണ്? pH മനസ്സിലാക്കണം. അപ്പോൾ ചോദിക്കാം അസിഡിറ്റി pH ഒന്നല്ലേ എന്ന്? വ്യത്യാസമുണ്ട്, പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് അസിഡിറ്റി ഓഫ് മിൽക്ക്? അപ്പോൾ ഫ്രഷ്ലി ഡ്രോൺ മിൽക്ക് എന്ന് പറയുമ്പോൾ അത് അസിഡിക് ആണോ, ആൽക്കലൈൻ ആണോ, അതോ ന്യൂട്രൽ ആണോ? ഇതാ ചോദ്യം. സാധാരണ ഒരു ലിക്വിഡിന്റെയോ ഒരു വസ്തുവിന്റെയോ, പ്രധാന ലിക്വിഡിന്റെയാണ്, അസിഡിറ്റി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പ്രയോഗിക്കുന്ന സാധനം എന്താ? ലിറ്റ്മസ് പേപ്പർ എന്ന് പറയും, അല്ലേ? ലിറ്റ്മസ് റിയാക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ അത് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ. അതിന് ബ്ലൂ ലിറ്റ്മസും അത് റെഡ് ലിറ്റ്മസും പണ്ടേ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ്? നാരങ്ങ നീര് നമ്മൾ പിഴിഞ്ഞിട്ട് ബ്ലൂ ലിറ്റ്മസ് കാണിച്ചാൽ അത് എന്ത് കളറാവും മക്കളെ? അത് ചുവന്ന കളറിലേക്ക് മാറും. അപ്പോൾ അത് അസിഡിക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള സൊല്യൂഷനിൽ നമ്മൾ റെഡ് ലിറ്റ്മസ് കാണിച്ചാൽ സംഭവിക്കുക അത് ബ്ലൂ ആയിട്ട് മാറും, അല്ലേ? അങ്ങനെ ബേസിക് ആണെന്ന് മനസ്സിലാക്കാം. പണ്ട് കൊച്ചു ക്ലാസ്സിലും പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫ്രഷ്ലി ഡ്രോൺ മിൽക്കിന്റെ ലിറ്റ്മസ് റിയാക്ഷൻ ആണ് അത് നോക്കാൻ പോകുന്നത് നമ്മൾ. എന്താണ്? ദിസ് ഈസ് ആംഫോട്ടറിക് ടു ലിറ്റ്മസ്. ആംഫോട്ടറിക് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. റെഡ് ലിറ്റ്മസിൽ കാണിച്ചാൽ അത് ബ്ലൂ ആയിട്ട് മാറും. അപ്പം നമുക്ക് തോന്നും എന്താണ്? ഇത് ബേസ് ആണല്ലോ എന്ന് തോന്നും. അതേസമയം ബ്ലൂ ലിറ്റ്മസിൽ കാണിച്ചാൽ അത് റെഡ് ആയിട്ട് മാറും. അപ്പം തോന്നുന്നത് ആസിഡിക് ആണല്ലോ എന്ന് തോന്നും. ഇതിനാണ് ആംഫോട്ടറിക് നേച്ചർ എന്ന് പറയുക. അപ്പോൾ ഫ്രഷ്ലി ഡ്രോൺ മിൽക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ലിറ്റ്മസ് റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്താണ്? ആംഫോട്ടറിക് ഇൻ നേച്ചർ. എന്താണ്? ഫ്രഷ്ലി ഡ്രോൺ മിൽക്കിന് ലിറ്റ്മസ് റിയാക്ഷൻ എന്താ മക്കളെ? ആംഫോട്ടറിക് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയും. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പഠിക്കാത്തവരോ കേൾക്കാത്തവരോ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു പോവുക. എന്നാൽ ചോദിക്കും ഫ്രഷ്ലി ഡ്രോൺ മിൽക്കിന്റെ pH അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്ന് ചോദിച്ചാൽ അത് അസിഡിക് ആണ്. എപ്പോഴും ന്യൂട്രൽ pH എത്രയാടാ? വെള്ളത്തിന്റെ ശുദ്ധജലത്തിന്റെ pH എത്രയാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഒരു പക്ഷേ മറന്നു പോയ ഒന്ന് ഓർമ്മിപ്പിക്കാം pH സ്കെയിലിനെ കുറിച്ച്. pH സ്കെയില് നമുക്ക് സാധാരണ നമ്മുടെ സ്കെയിൽ എങ്ങനെയാ? സാധാരണ മൈനസ് നമ്പറുകളും 0 പ്ലസ് നമ്പറുള്ള സ്കെയിലിനെ കുറിച്ച് നമുക്ക് അറിയാമോ? സ്കെയിലല്ല, നമ്മുടെ സംഖ്യാശബ്ദം അറിയാമല്ലോ. ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് 1, 2, 3, 4 ഇങ്ങനെ പോകും, അല്ലേ? ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് -1, -2, -3 ഇങ്ങനെ പോകും. ഈ നടുക്ക് 0 ഉണ്ടായിരിക്കും, അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ സംഖ്യാ സിസ്റ്റം പോകുന്നത്. അതേപോലെയാണ് നമ്മുടെ എന്ത് വരുന്നത്? ഇതാണ് pH സ്കെയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നടുക്ക് ഇവിടെ ഈ 0ന്റെ സ്ഥാനത്ത് നമുക്കിവിടെ 7 ആണ് ന്യൂട്രൽ pH. 7. ഇത് എന്തിന്റെ pH ആണ്? വാട്ടറിന്റെ pH ആണ്. ശുദ്ധജലത്തിന്റെ pH ആണ് 7 എന്ന് പറയുന്നത്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഈ pH അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 7.1 പോട്ടെ 8, 9 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ എന്തായി മാറും? ഇത് ഹൈലി ആൽക്കലൈൻ ആയിട്ട് മാറും, അല്ലേ? ആൽക്കലൈൻ ആയിട്ട് മാറും. നോക്കൂ അതിന്റെ കെമിസ്ട്രി നിങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, അറിയുന്ന ആൾക്കാർ. എന്നാലും ജസ്റ്റ് നോക്കി വയ്ക്കാം. 7 ആവുമ്പോൾ നോക്ക് H2O, ഇതാണ് ജലം. ഓക്കെ. ഇനി H2O എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആണ് നമുക്കറിയാം. ഇങ്ങോട്ട് പോകുമ്പോഴത്തെ എന്താണ്? OH- അയോൺസ് ആയിരിക്കും ഇവിടെ കൂടുതൽ ഉണ്ടാവുക. ഇങ്ങോട്ട് പോകുമ്പോൾ
H+ അയോൺസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാകുക. ഇങ്ങോട്ട് പോയി പോകുമ്പോൾ ഇതിൻ്റെ വാല്യൂ കൂടുന്നത് H+ അയോൺസിനെ റെൻഡർ ചെയ്യാനുള്ള കഴിവ് ഈ വസ്തുവിന് കൂടി വരും. ഇങ്ങോട്ട് പോയി എന്താണ് pH ഈ ലെവലിലോട്ട് പോകുമ്പോഴത്തേക്കും അല്ലെ 8, 9, 10 പോകുമ്പോഴത്തേക്കും H+ അയോൺസിനെ സ്വീകരിക്കാനുള്ള കഴിവ് ഈ വസ്തുവിന് കൂടി വരും അല്ലേ. അത് OHന്റെ കോൺസെൻട്രേഷൻ OH- കോൺസെൻട്രേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് സംഗതി. 7 H2O ന്യൂട്രൽ pH അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് ബേസിക് pH OH- അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടി വരുന്നു. അയോണൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്, ഉറപ്പായിട്ട് നിങ്ങൾ കെമിസ്ട്രി ബേസിക്സ് ഉള്ള ആൾക്കാരെന്ന് വിചാരിക്കുന്നു. H+ അയോണും OH- അയോണും എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 2 H+ഉം അത് 2 OH- കൂടി ചേർന്ന് കഴിഞ്ഞാൽ അത് ന്യൂട്രലായി കഴിഞ്ഞാൽ H2 ആയല്ലേ, ഇത്രയേ ഉള്ളൂ. ഇങ്ങോട്ട് കൂടുമ്പോഴത്തേക്ക് എന്താണ് അതിന്റെ കോൺസെൻട്രേഷൻ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഒരു കോൺസെപ്റ്റ് ചിലർ മറന്നു പോയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് pH എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. pH എപ്പോഴും എങ്ങനെയായിരിക്കും? അസിഡിക് ആയിരിക്കും, 7 താഴെ ആയിരിക്കും കേട്ടോ. എന്ന് കരുതി ലിറ്റ്മസ് റിയാക്ഷൻ എങ്ങനെയല്ല, അസിഡിക് റിയാക്ഷൻ അല്ല കാണിക്കുന്നത്, അത് ആംഫോട്ടറിക് റിയാക്ഷൻ ആണ് കാണിക്കുന്നത്. എങ്ങനെ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുകയും അതേസമയം റെഡ് ലിറ്റ്മസിനെ എങ്ങനെ ബ്ലൂ ആക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, മറന്നു പോകരുത് കേട്ടോ. ക്വസ്റ്റ്യൻ ആണ്. ഇനി നോക്കാം, ഞാൻ അസിഡിക് ആണെന്ന് പറഞ്ഞു അല്ലേ, എങ്ങനെ pH നോക്കാം അസിഡിക് ആണെന്ന് പറഞ്ഞു. നോക്കാം എന്താണ്, അങ്ങനെയാണെങ്കിൽ കൂടിയും എങ്ങനെ നമ്മുടെ ആംഫോട്ടിക് റിയാക്ഷൻ ആണ് നമ്മുടെ ലിറ്റ്മസിനെങ്കിൽ കൂടിയും അതിന് എന്തുണ്ട്, ഒരു സെർട്ടൈൻ അസിഡിറ്റി ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെ നിർണ്ണയിക്കാൻ പറ്റും? വെറുതെ പെട്ടെന്ന് നിർണ്ണയിക്കാൻ പറ്റില്ല. കാരണം 7ന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ് ഈ പറഞ്ഞ അസിഡിറ്റി എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അതെങ്ങനെ ടൈട്രേഷനിലൂടെ മാത്രമേ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയൂ. കണ്ടോ, ഇത് എന്തൊക്കെ ആയാലും +2 സയൻസ് പഠിച്ചിട്ടുള്ള എല്ലാ കുട്ടികളും ടൈട്രേഷനിലൂടെ നമ്മൾ അസിഡിറ്റി ഉണ്ട് അല്ലേ. പിപ്പറ്റും ബ്യൂററ്റും വെച്ചിട്ട് നമ്മൾ സാധനം എടുത്ത് എന്താണ് ഫിനോക്സിലിൻ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ടൈട്രേഷൻ നിർവഹിച്ചിട്ടുണ്ട് അല്ലേ. അവസാനത്തെ ഒരു തുള്ളി വീഴുമ്പോഴാണ് അതിൻ്റെ വർണ്ണം നഷ്ടമായിട്ടത് എങ്ങനെ വെള്ളയല്ല നിറമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ഈ ഫിനോക്സിലിൻ സൊല്യൂഷൻ മാറുന്നത് അല്ലേ. ഓക്കെ, നമ്മളെല്ലാവരും കണ്ടിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്, അന്ന് ചെയ്ത ഓർമ്മയും നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പം നോക്ക്, ടൈട്രേഷനിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിൻ്റെ അസിഡിറ്റി നിർണ്ണയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ടൈട്രബിൾ അസിഡിറ്റി എന്ന് പറയും കേട്ടോ. ടൈട്രബിൾ അസിഡിറ്റി ഇത് പറയുന്നത് എന്തിൻ്റെ കാര്യം മക്കളെ? ഫ്രഷ്ലി ഡ്രോൺ മിൽക്കിൻ്റെ കാര്യമാണ്. ഇപ്പം കറന്ന് വെച്ചതേ ഉള്ളൂ, മനസ്സിലായോ? ഇപ്പം കറന്ന് വെച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കാര്യം പറയുന്നുണ്ട്, അതുപോലെ ഇൻഡിക്കേറ്റർ ഫിനോഫ്തലിന്റെ കാര്യം പറയുന്നുണ്ട്. നമുക്ക് നേരത്തെ അറിയാം സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ ഫിനോഫ്തലിനെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസിഡിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ എന്ത് വിളിക്കും? ടൈട്രബിൾ അസിഡിറ്റി എന്ന് വിളിക്കും അല്ലേ. എന്താണ്? ദിസ് അസിഡിറ്റി ഈസ് ആൾസോ കാൾഡ് ടൈട്രബിൾ അസിഡിറ്റി ആസ് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ടൈട്രേഷൻ അല്ലേ. അതുപോലെ മറ്റൊരു കാര്യമുണ്ട്, നാച്ചുറൽ അസിഡിറ്റി എന്നും അപ്പാരന്റ് അസിഡിറ്റി എന്നും പറയപ്പെടുന്നുണ്ട്. എന്താണ് ഇതിനെ? ഈ ഒരു ടൈട്രബിൾ അസിഡിറ്റിയെ എങ്ങനെ നാച്ചുറൽ അസിഡിറ്റി എന്നും പറയുന്നു, സ്വാഭാവിക അസിഡിറ്റി എന്നും അപ്പാരന്റ് അസിഡിറ്റി എന്നും വിളിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ, എൻ്റെ കാരണം എന്താണ്? കാരണം എന്താണ്? കെയ്സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? കെയ്സീൻ എന്ന് പറയുമ്പോൾ മിൽക്കിലെ പ്രോട്ടീൻ ആണല്ലേ. അതുപോലെ ആസിഡ് ഫോസ്ഫേറ്റുകളുണ്ട്, സിട്രേറ്റുകൾ, സിട്രിക് ആസിഡ് പോലുള്ള ചെറിയ എന്തുണ്ട് സംയുക്തങ്ങളുണ്ടല്ലേ, സിട്രേറ്റുകളുണ്ട്. ഇതെല്ലാമാണ് ഇതിനകത്തുള്ള അപ്പാരന്റ് അസിഡിറ്റി കാരണം. ചോദ്യം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. എന്താണ് അപ്പാരന്റ് അസിഡിറ്റി കാരണമായിട്ടുള്ളത്? താഴെ തന്നിരിക്കുന്ന അല്ലാത്തത് എന്ന് ചോദിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓപ്ഷനിൽ A കെയ്സീൻ ഉണ്ടാകാം, 2 ആസിഡ് ഫോസ്ഫേറ്റ് ഉണ്ടാകാം, 3 സിട്രേറ്റ് ഉണ്ടാകാം, 4 വേറെ അസറ്റിക് ലാക്റ്റിക് ആസിഡും ഉണ്ടായിരിക്കും. അപ്പോൾ ലാക്റ്റിക് ആസിഡ് കാണുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ ഈ ക്ലാസ് കേട്ട് ഈ കാര്യം നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അസിഡിറ്റിയുടെ കാരണം ലാക്റ്റിക് ആസിഡ് അല്ലേ, ലാക്ടോസ് അല്ലേ അതിനകത്തുള്ളത്. ലാക്ടോസ് മാറി ലാക്റ്റിക് ആസിഡ് ആകുമ്പോഴല്ലേ പാൽ അസിഡിക് ആവുന്നേ. ഒരു കാരണവശാലും ഒരു സാധാരണ പെട്ടെന്ന് വായിക്കാതെ പോകണത് കിട്ടൂല, മനസ്സിലായില്ലേ? അപ്പൊ കുഴഞ്ഞ് അല്ലേ, അങ്ങനെ കുഴയാൻ പാടില്ല. നോക്ക് മക്കളെ, ഇവിടെ പഠിച്ചു പോകണം. അപ്പാരന്റ് അസിഡിറ്റിക്ക് കാരണം എന്താണ്? കെയ്സീൻ ഒരു കാരണമാകുന്നുണ്ട്, അതുപോലെ ആസിഡ് ഫോസ്ഫേറ്റ് ഒരു കാരണമാകുന്നുണ്ട്, സിട്രേറ്റ് ഒരു കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്താ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പാരന്റ് അസിഡിറ്റിയുടെ കാരണമല്ല, അത് ഡെവലപ്ഡ് അസിഡിറ്റിയാണ്. പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പഠിച്ചേ? ഫ്രഷ്ലി ഡ്രോൺ മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ തന്നെ പഠിച്ചു പോകണം കേട്ടോ. ആംഫോട്ടറിക് ലിറ്റ്മസ് നിങ്ങൾ ഉറച്ചു പറഞ്ഞേ. ആംഫോട്ടറിക് ആൻഡ് ലിറ്റ്മസ് എന്താണ്? ആംഫോട്ടറിക് റിയാക്ഷൻ ആണല്ലേ. അതുപോലെ ഇത് ടൈട്രേഷൻ വഴി കണ്ടുപിടിക്കുന്നുണ്ട്. എന്ത് വിളിക്കുന്നുണ്ട്? ടൈട്രബിൾ അസിഡിറ്റി എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ ദിസ് അസിഡിറ്റി ഈസ് ആൾസോ കാൾഡ് ടൈട്രബിൾ അസിഡിറ്റി ആസ് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ടൈട്രേഷൻ ഈസ് നോൺ ആസ് നാച്ചുറൽ ഓർ അപ്പാരന്റ് അസിഡിറ്റി. അതിന്റെ കാരണം എന്താ പറഞ്ഞിരിക്കുന്നത്? കെയ്സീൻ പറഞ്ഞിട്ടുണ്ട്, ആസിഡ് ഫോസ്ഫേറ്റ് പറഞ്ഞിട്ടുണ്ട്, സിട്രേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
ഇനി ദ നാച്ചുറൽ അസിഡിറ്റി ഓഫ് ഇൻഡിവിജ്വൽ മിൽക്ക് വേരീസ് കൺസിഡറബിളി. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ? സ്പീഷീസിൻ്റെ അടിസ്ഥാനത്തിൽ. സ്പീഷീസ് മാറുമ്പോൾ അസിഡിറ്റി മാറും. മനുഷ്യൻ്റെ പാലിൽ ഉള്ള അസിഡിറ്റി ആയിരിക്കണം എന്നില്ല പശുവിൻ്റെ പാലുള്ള അസിഡിറ്റി അതായിരിക്കണം എന്നില്ല ബഫല്ലോൻ്റെ പാലുള്ള അസിഡിറ്റി. സ്പീഷീസ് മാറുമ്പോൾ, ബ്രീഡ് മാറുമ്പോൾ, എന്താ ബ്രീഡ് എന്ന് പറഞ്ഞാൽ? ബ്രീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പശുവിൻ്റെ ഇനങ്ങൾ അല്ലെങ്കിൽ ജനുസ് എന്ന് പറയാം. ജനുസ് മുന്തിയ ജനുസാണെന്ന് പറയില്ലേ, ഈ പശു മുന്തിയ ജനുസാണെന്ന് പറയില്ലേ, പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. പക്ഷേ ബാക്കിയുള്ള ഏരിയ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ബ്രീഡിനെ കുറിച്ച് ധാരണ ഉണ്ടാവണമെന്നില്ല. എന്താണ് ബ്രീഡ് എന്ന് പറഞ്ഞാൽ? ബ്രീഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ആനിമൽ വിച്ച് ഈസ് ഹാവിങ് എ കോമൺ ഒറിജിൻ ആൻഡ് എ കോമൺ ആൻസിസ്റ്റർ. മാത്രമല്ല വെൽ ഡിഫൈൻഡ് ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ചുമ്മാ ക്യാരക്ടർ ഉണ്ടായാൽ മാത്രം പോരാ, ദാറ്റ് ഷുഡ് ബി ട്രാൻസ്മിറ്റഡ് ടു നെക്സ്റ്റ് ജനറേഷൻ. ഇതാണ് ബ്രീഡിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വെച്ചൂർ പശുവില്ലേ, വെച്ചൂർ പശുവിനെ സംബന്ധിച്ചുള്ളൊരു വെൽ ഡിഫൈൻഡ് ക്യാരക്ടറാണ്. അതിന് 80 സെൻറ്റിമീറ്റർ കൂടുതൽ പൊക്കം കൂടാൻ പാടില്ല എന്നുള്ളൊരു ക്യാരക്ടർ. അപ്പോൾ അതൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ എന്തായിരിക്കണം? എല്ലാ വെച്ചൂർ പശുവിനും അതുപോലെ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. മാത്രമല്ല വെച്ചൂർ പശുവും ക്രോസ് ചെയ്തുണ്ടാകുന്ന പുതിയ കുട്ടിക്ക് 85 സെൻറ്റിമീറ്റർ ഉണ്ടാകാനും പാടില്ല. ഇതാണ് ബ്രീഡ്. ഇത് എത്രയേ ഉള്ളൂ. അപ്പോൾ അതിനൊരു ബാക്കി കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇതൊന്നും സംഭവം മനസ്സിലായേ? ഇതാണ് ബ്രീഡ് എന്ന് പറയുന്നത്. വെച്ചൂർ പശു ഒരു ബ്രീഡാണ്. അതുപോലെ എന്താണ് കപില ഒരു ബ്രീഡാണ്. നമുക്കിപ്പോൾ അങ്ങനെ ഒത്തിരി ബ്രീഡ്സ് ഉണ്ടല്ലേ. നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 ബ്രീഡ്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് വിദേശ ജനുസുകളായിട്ടുള്ള ഹോൾസ്റ്റൈൻ ഫ്രീഷിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. അതുപോലെ ജേഴ്സിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ബ്രൗൺ സിസിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം ബ്രൗൺ സിസിൻ്റെ സീമൻ ഇപ്പം നമ്മുടെ ക്രോസ് ബ്രീഡിംഗ് പോളിസിയിൽ വരുന്നില്ല. ഓക്കെ, എന്തായാലും ഇതെല്ലാം വിദേശ ജനുസുകളാണ്. അത്യുൽപാദന ശേഷിയുള്ള വിദേശ ജനുസുകളാണ്, നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ എന്താ ഈ പറഞ്ഞ പോലെ സ്പീഷീസ് അനുസരിച്ച് എന്ത് വ്യത്യാസം വരും? ഈ പറഞ്ഞ നാച്ചുറൽ അസിഡിറ്റി വ്യത്യാസം വരും അല്ലേ, അല്ലെങ്കിൽ അപ്പാരന്റ് അസിഡിറ്റി വ്യത്യാസം. അതുപോലെ ബ്രീഡ് അനുസരിച്ചും എന്താ അപ്പാരന്റ് അസിഡിറ്റിയിൽ വ്യത്യാസം വരാം. അതുപോലെ ഇൻഡിവിജ്വാലിറ്റി അല്ലേ, ഒരേ ബ്രീഡിലുള്ള ആനിമലാണ്. നമുക്ക് സ്പീഷീസ് ഒന്ന് ബഫല്ലോ, ഒന്ന് ഗോട്ട് പോട്ടെ, ബഫല്ലോ അല്ലെങ്കിൽ കൗ. അത് കഴിഞ്ഞിട്ട് കൗ തന്നെ വ്യത്യസ്തമായ ബ്രീഡുകളുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഒരു ബ്രീഡ് എടുത്തു, അത് ജേഴ്സിയിൽ തന്നെ 2 ആനിമൽസ്. എൻ്റെ വീട്ടിലെ ജേഴ്സിയും അവൻ്റെ വീട്ടിലെ രാമൻ്റെ വീട്ടിലെ ജേഴ്സിയും അല്ലേ, രാമൻ്റെ വീട്ടിലെ ജേഴ്സിയും എൻ്റെ വീട്ടിലെ ജേഴ്സിയും വ്യത്യസ്തമായതുകൊണ്ട് അവരുടെ പാലുകൾ തമ്മിലും ചെറിയ വ്യത്യാസം എന്തിൽ വരാം? അപ്പാരന്റ് അസിഡിറ്റിയിൽ വരാം. അതുപോലെ സ്റ്റേജ് ഓഫ് ലാക്ടേഷൻ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താ? അതിനെക്കുറിച്ച് കൂടുതൽ ഞാനിപ്പോൾ വാചാലനാകുന്നില്ല. എന്തായാലും നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേജ് ഓഫ് ലാക്ടേഷനിൽ മിൽക്കിൽ പ്രസൻ്റ് ആയിരിക്കുന്ന കോൺസ്റ്റൻസിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. SNF എന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല, എന്നാൽ കൂടിയും വ്യത്യാസം ഉണ്ടാകും. കാര്യം എന്താ? ഏർലി സ്റ്റേജ് ഓഫ് ലാക്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ 4 ആഴ്ച കിട്ടുന്ന പാലിന് നമ്മൾ മലയാളത്തിൽ കന്നിപ്പാലെന്നും അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയും. കൊളസ്ട്രോളോടെ മാറി നിൽക്കട്ടെ, കൊളസ്ട്രോൾ കഴിഞ്ഞ് വരുന്ന പാലിന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ആനിമലിനെ സംബന്ധിച്ച് ഹൈ ഈൽഡിലോട്ട് പോകുമ്പോഴത്തേക്കും താരതമ്യേന ഫാറ്റ് കണ്ടന്റ് വളരെ കുറവായിരിക്കും അല്ലേ. ഫാറ്റ് കുറവായിരിക്കുമ്പോഴത്തേക്കും SNF പ്രൊണൗൺസ് ആയിട്ട് നിൽക്കും. പിന്നെ അവസാനത്തെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഡ്രൈയിങ് അപ്പ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെയും പാലിൻ്റെ അളവ് താരതമ്യേന വളരെ കുറയും. അപ്പോൾ അങ്ങനെ വ്യത്യാസം എന്തിലുണ്ടാവും മക്കളെ? സ്റ്റേജ് ഓഫ് ലാക്ടേഷനുമായിട്ട് ബന്ധപ്പെടുത്തി വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോഴും എന്തും സംഭവിക്കും? അസിഡിറ്റിയിൽ ചേഞ്ചസ്, അപ്പാരന്റ് അസിഡിറ്റിയിൽ ശ്രദ്ധിക്കണം. അപ്പാരന്റ് അല്ലെങ്കിൽ നാച്ചുറൽ അസിഡിറ്റിയിൽ ചേഞ്ചസ് വരാം അല്ലേ. അതുപോലെ മറ്റുള്ള ഫിസിയോളജിക്കൽ കണ്ടീഷൻ ഓഫ് ദി ആർഡർ അതെല്ലാം ബന്ധപ്പെടുത്തി എന്തിൽ വ്യത്യാസം ഉണ്ടാകാം? അപ്പാരന്റ് അസിഡിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകാം എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ പഠിച്ചേ? ഫ്രഷ്ലി ഡ്രോൺ മിൽക്ക് ഈസ് ആംഫോട്ടറിക്കൽ ലിറ്റ്മസ്, മറന്നു പോകരുത്. അതുപോലെ ഇതിനെ ടൈട്രബിൾ അസിഡിറ്റി എന്ന് വിളിക്കുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കെയ്സീൻ, ആസിഡ് ഫോസ്ഫേറ്റ്സും ആൻഡ് സിട്രേറ്റ്സും ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്പീഷീസ് അനുസരിച്ച് വ്യത്യാസം വരാം, ബ്രീഡ് അനുസരിച്ച് വ്യത്യാസം വരാം, ഇൻഡിവിജ്വാലിറ്റി അനുസരിച്ച് വ്യത്യാസം വരാം, അതുപോലെ സ്റ്റേജ് ഓഫ് ലാക്ടേഷൻ, ഫിസിയോളജി കണ്ടീഷൻ ഓഫ് ദ ആർഡർ ഇതെല്ലാം അനുസരിച്ച് വ്യത്യാസം വരാം. ഇനി നോക്കാം, ദ ഹയർ ദ സോളിഡ് നോട്ട് ഫാറ്റ് കണ്ടന്റ് ഇൻ മിൽക്ക് ദ ഹയർ ദ നാച്ചുറൽ ആസിഡിറ്റി ആൻഡ് വൈസ് വെർസ. ഇവിടെ ചോദ്യം കിടപ്പുണ്ട്, ഇവിടെ വലിയൊരു ചോദ്യം കിടപ്പുണ്ട്. സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ കിടക്കുന്ന ഭാഗമാണിത്. നോക്ക് എന്താണ് SNF എന്ന് പറഞ്ഞാൽ? സോളിഡ് നോട്ട് ഫാറ്റ് കണ്ടന്റ് ആണ് SNF എന്ന് പറയുക അല്ലെ. എന്താണ്? സോളിഡ്സ് നോട്ട് ഫാറ്റ് കണ്ടന്റ് ആണ് SNF എന്ന് പറയുക. അത് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടാൻ സാധ്യതയുണ്ട്? അസിഡിറ്റി കൂടാൻ സാധ്യതയുണ്ട്. കാരണം നോക്കടാ, കെയ്സീൻ ഒരു SNF ആണ്, ആസിഡ് ഫോസ്ഫേറ്റ്സ് SNF ആണ്, സിട്രേറ്റ്സ് SNF ആണ്. സിമ്പിൾ, വെരി സിമ്പിൾ ആസ് ദാറ്റ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്?
മിൽക്കിൻ്റെ കോൺസ്റ്റൻസിനെ നമ്മൾ പ്രധാനമായിട്ടും വെള്ളമെന്നും ഫാറ്റ് എന്നും SNF എന്നും തിരിക്കുന്നു. മനസ്സിലാക്കാം. അതായത് ഇത്രയേ ഉള്ളൂ. ഒന്ന് വെള്ളം, രണ്ട് സോളിഡ്സ്. മനസ്സിലായി? വെള്ളമാണ് കണ്ടിന്യൂസ് ഫേസ് എന്ന് പറഞ്ഞു അല്ലേ? വെള്ളമാണ് കണ്ടിന്യൂസ് ഫേസ് എന്ന് പറഞ്ഞു. അതിൽ ഇത്രയും സാധനങ്ങൾ ഒന്നുകിൽ ഡിസ്പേഴ്സഡ് ആയിട്ടോ അല്ലെങ്കിൽ കൊളോയിഡ് സൊല്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ എമൽഷൻ ആയിട്ടോ ഒക്കെയാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, വെള്ളമാണ് ബേസ്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമെല്ലാം സോളിഡ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അതിൽ ഫാറ്റിന്റെ ഒരു പ്രത്യേക ഭാഗമാക്കി മാറ്റി നിർത്തി കഴിഞ്ഞാൽ സോളിഡ്സ് നോട്ട് ഫാറ്റ് കണ്ടന്റ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ സാധനമൊക്കെ എന്തൊക്കെയാ? സോളിഡ് നോട്ട് ഫാറ്റ് കണ്ടന്റ് ആണ്. കെയ്സീൻ SNF ആണ്, ആസിഡ് ഫോസ്ഫേറ്റ് SNF ആണ്, സിട്രേറ്റ് SNF ആണ് അല്ലേ? അപ്പൊ നോക്ക്, ദ ഹയർ ദ സോളിഡ് നോട്ട് ഫാറ്റ് കണ്ടന്റ് ഇൻ മിൽക്ക് ദ ഹയർ വിൽ ബി ദ നാച്ചുറൽ ആസിഡിറ്റി. അതുപോലെ SNF കുറയുമ്പോൾ എന്താണ്? അപ്പാരന്റ് അസിഡിറ്റി അല്ലെങ്കിൽ നാച്ചുറൽ അസിഡിറ്റി കുറയാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണോ? ഇനി നോക്കാം. ദ ടൈട്രബിൾ അസിഡിറ്റി ഓഫ് കൗ മിൽക്ക് വേരീസ് ആൻ ആവറേജ് ഫ്രം 0.13 to 0.14% ആൻഡ് ബഫല്ലോ മിൽക്ക് എത്ര? 0.14 to 0.15%. ഓക്കെയാണ്? ഓക്കെയാണ്. ടൈട്രബിൾ അസിഡിറ്റി ആണ് പറയുന്നത് കേട്ടോ. അതാണ് നോക്കുക. ഈ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ലാക്റ്റിക് ആസിഡ് കണ്ടന്റ് എന്നുള്ള രീതിയിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത് കേട്ടോ. ലാക്റ്റിക് ആസിഡ് ആകണമെന്ന് നിർബന്ധമില്ല. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടും അസിഡിറ്റി ഡെവലപ്പ് ആവുന്ന ടൈട്രബിൾ അസിഡിറ്റി എന്ന് വിളിക്കും. പക്ഷേ വാട്ട് എവർ ഇറ്റ് മേ ബി, പാലിലെ അസിഡിറ്റി നമ്മൾ ലാക്റ്റിക് ആസിഡിന്റെ പെർസെൻറ്റേജിലായിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ രണ്ട് കാര്യം ഓർമ്മിച്ച് വയ്ക്കുക. എന്താണ്? കൗ മിൽക്കിന്റെ ടൈട്രബിൾ അസിഡിറ്റി ഇത്രയാണ്. എത്ര? 0.13 to 0.14 ആൻഡ് ബഫല്ലോ മിൽക്ക് 0.14 to 0.15% ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡെവലപ്ഡ് അസിഡിറ്റി അല്ലെങ്കിൽ റിയൽ അസിഡിറ്റിയെ കുറിച്ച് നോക്കാം. ഡെവലപ്ഡ് അസിഡിറ്റി ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? പാല് പിരിഞ്ഞു പോകും, അല്ലാതെ വേറൊന്നും സംഭവിക്കില്ല അല്ലേ? നോക്കാം. അപ്പൊ എന്താ? ഡെവലപ്ഡ് ഓർ റിയൽ അസിഡിറ്റി ഈസ് ഡ്യൂ ടു ലാക്റ്റിക് ആസിഡ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ലാക്റ്റിക് ആസിഡ്. ലാക്ടോസ് എന്താണ്? പാലിലെ പഞ്ചസാരയാണ്. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം അല്ലേ? പാലിലെ പഞ്ചസാരയുടെ ലാക്ടോസ്. അപ്പോൾ ബാക്ടീരിയൽ ആക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും ബാക്ടീരിയ ഈ എന്താണ് ഫെർമെന്റേഷൻ ചെയ്തുകൊണ്ട് ലാക്ടോസിനെ കൺവേർട്ട് ചെയ്ത് ലാക്റ്റിക് ആസിഡ് ആക്കുമെന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതാണ് എന്തിൻ്റെ കാരണം മക്കളെ? ഡെവലപ്ഡ് ഓർ റിയൽ അസിഡിറ്റി കാരണം. ഞാൻ അറിയാമെന്ന് പറഞ്ഞത് ഫുഡ് ടെക്നോളജി പഠിച്ചിട്ടുള്ള ആൾക്കാർക്കും ഡയറി ടെക്നോളജിയും അതുപോലെ വെറ്റിനറി സയൻസും പഠിച്ചിട്ടുള്ള ആൾക്കാരുടെ പറഞ്ഞത്. ഒരു പക്ഷേ മൈക്രോക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ ഫുഡ് ടെക്നോളജി പഠിക്കുന്ന നിർബന്ധമില്ല. കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടാവും, കുറേ നമ്മൾ അവിടെ വായിച്ചിട്ടുണ്ടാവും, കുറേ ഭാഗം നമുക്ക് അവിടെ ഉണ്ട്. പക്ഷേ ചിലപ്പോൾ ഇത്രയും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എന്തായാലും ഇത് മനസ്സിലാക്കുക. ഡെവലപ്ഡ് ഓർ റിയൽ അസിഡിറ്റി ഈസ് ഡ്യൂ ടു എന്താണ്? ലാക്റ്റിക് ആസിഡിന്റെ കാരണത്താലാണ്. ലാക്റ്റിക് ആസിഡ് എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ അറിയാം. എങ്ങനെ ഉണ്ടാകുന്നതാ? ലാക്ടോസ് എന്ന് പറയുമ്പോൾ മിൽക്കിലെ പഞ്ചസാരയാണ് അല്ലേ? ഇതിനെ നമ്മുടെ ബാക്ടീരിയൽ ആക്ഷൻ, ബാക്ടീരിയൽ സ്പോയിലേജ് വരുമ്പോൾ ബാക്ടീരിയ ഇതിനെ എന്ത് ചെയ്യും? ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റും. ഇതാണ് ഡെവലപ്ഡ് അസിഡിറ്റി കാരണം. നമ്മൾ ചിലപ്പോൾ പാലെടുത്തിട്ട് ചൂടാക്കുമ്പോൾ അത് പിരിഞ്ഞു പോകാനുമുള്ള കാരണം എന്താണ്? ഈ ഡെവലപ്ഡ് അസിഡിറ്റി അല്ലെങ്കിൽ റിയൽ അസിഡിറ്റി ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അതുപോലെ ടൈട്രബിൾ അസിഡിറ്റി ഓഫ് സ്റ്റോർഡ് മിൽക്ക്, അതൊന്നും നമുക്കൊന്ന് കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. ടൈട്രബിൾ അസിഡിറ്റി നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ഫ്രഷ്ലി ഡ്രോൺ മിൽക്കിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ എപ്പോഴും പാലിൻ്റെ അസിഡിറ്റി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? നമ്മൾ ടൈട്രേഷൻ ചെയ്യണം. ഒരുപാട് അസിഡിക് ആയിപ്പോയി, നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. നശിച്ചു പോകും, ചൂടാക്കാൻ പിരിന്നു പോകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ പെരിഷബിൾ പ്രോഡക്റ്റ്, നശിച്ചു പോയി, പാലായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പാലിരിപ്പുണ്ട്, നമുക്ക് അതിൻ്റെ അസിഡിറ്റി കണ്ടുപിടിക്കണം. സ്റ്റോർ ചെയ്തിരിക്കുകയാണ് നമ്മുടെ എന്താണ് റെഫ്രിജറേറ്ററിൻ്റെ താഴെ ഇരിക്കുന്ന പാല്, അതിൻ്റെ അസിഡിറ്റി കണ്ടുപിടിക്കണം. ഫ്രഷ്ലി ഡ്രോൺ മിൽക്ക് അല്ല, എന്നോ എവിടെയോ ആരോ കറന്നു, എന്നോ എവിടെയൊന്നും കേട്ടോ. എന്തായാലും കറന്ന് മിൽമയുടെ സെൻറ്ററിൽ കൊണ്ടുപോയി, കളക്ഷൻ സെൻറ്ററിൽ നിന്ന് കൊണ്ടുപോയി അവിടെ ചില്ല് ചെയ്ത് മിൽമയുടെ എന്താണ് പ്ലാന്റിൽ കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് എന്തൊക്കെ പ്രോസസ്സിങ് ആണെന്ന് പറയുന്നില്ല. നെഗറ്റീവായിട്ടൊന്നും ആരും എടുക്കണ്ട, നല്ല പ്രോസസ്സിങ് തന്നെയാണ്. പലപ്പോഴും നമുക്ക് ഫാറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയേക്ക് അവർ ആദ്യം ഫാറ്റ് റിമൂവൽ ചെയ്യും, പിന്നെ അതിന് സ്കിമ്മിൽ ആഡ് ചെയ്യും, പിന്നെ ചിലപ്പോൾ ക്രീം ആഡ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് എന്താക്കുന്നത് ഈ പറഞ്ഞ ഡബിൾ ടോണ്ട് മിൽക്കോ സിംഗിൾ ടോണ്ട് മിൽക്കോ അല്ലെങ്കിൽ ടോണ്ട് മിൽക്കൊക്കെ ആക്കിയെടുക്കുന്നത്. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ആക്കിയെടുത്തതിന് ശേഷം എന്താണ് അവർ പാക്ക് ചെയ്ത പാൽ നമ്മുടെ എവിടെ ഇരിപ്പുണ്ട്? ഫ്രീസറിൽ, അല്ലെങ്കിൽ ഫ്രീസറിന് തൊട്ട് താഴെ ഇരിപ്പുണ്ടെന്ന് വെച്ചോ. നമുക്ക് എന്ത് വേണം? നമുക്കതിൻ്റെ അസിഡിറ്റി അളക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടൈട്രേറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ്? ദ ടൈട്രബിൾ അസിഡിറ്റി ഓഫ് സ്റ്റോർഡ് മിൽക്ക് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് നാച്ചുറൽ അസിഡിറ്റി ആൻഡ് ഡെവലപ്പ് അസിഡിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിയാണോ? സ്റ്റോർഡ് മിൽക്കിൽ ഡെവലപ്ഡ് അസിഡിറ്റി ഉണ്ടാകുമോ? ഉണ്ടാകും. എന്താ കാര്യം? ബാക്ടീരിയൽ സ്പോയിലേജ് ഉണ്ടായാലല്ല ഡെവലപ്ഡ് അസിഡിറ്റി ഉണ്ടാകത്തുള്ളൂ.
സ്വാഭാവികമായിട്ട് അത് ഉണ്ടാകും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. മിൽക്ക് ഒരു പെരിഷബിൾ പ്രോഡക്റ്റ് ആണെന്ന് പറയാൻ കാരണം, ഒന്ന്, ഈ മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ബാക്ടീരിയയ്ക്ക് വളരാൻ പറ്റിയ ഒരു കൾച്ചർ മീഡിയം ആണ്, അല്ലേ? കാര്യം എന്താ, അതിനകത്ത് പ്രോട്ടീൻ, അതുപോലെ എന്താണ് ഷുഗർ, പിന്നെ വൈറ്റമിൻസ്, മിനറൽസ്, ജലം, ഫാറ്റ്, ഇതെല്ലാം ഉണ്ട്. എല്ലാം ആവശ്യമുള്ള പ്രൊപ്പോർഷനിൽ ഇങ്ങനെ വെച്ചേക്കുക. ഒരു ബാക്ടീരിയ ഇട്ടത് അതിങ്ങനെ ഫ്ലെയർ അപ്പ് ചെയ്യാനുള്ള എല്ലാ കണ്ടീഷനും അതിനകത്തുണ്ട്. അപ്പോൾ അതിനുള്ള മിൽക്കിന് പെരിഷബിൾ പ്രൊഡക്റ്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യമുണ്ട്, ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഗതിയുണ്ട്. എന്താണ് ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ്റെ അഭാവം? പോട്ടെ, ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ വലിയൊരു ടോപ്പിക്കാണ്. നമുക്ക് എങ്ങനെയാണ് മിൽക്ക് കൃത്യമായിട്ട് ആ ബാക്ടീരിയൽ ലോഡ് ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊരു വലിയ ടോപ്പിക്കാണ്. അത് പഠിക്കാനുണ്ട് നമുക്ക്. അവിടെ നിൽക്കട്ടെ, ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ്റെ അഭാവം അവിടെ നിൽക്കട്ടെ, അതെല്ലാം പോട്ടെ. ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ ഇത്രയേ ഉള്ളൂ. എന്താണ് മിനിമൽ ബാക്ടീരിയൽ ലോഡ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ബാക്ടീരിയ ലോഡ് ഏറ്റവും കുറച്ച് വെച്ചുകൊണ്ട് മിൽക്ക് പ്രൊഡക്ഷൻ നടത്തുക. ഇത്രയാണ് ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് നമ്മൾ ക്ലീൻ മിൽക്ക് പ്രൊഡക്ഷൻ ആണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ കൂടിയും എപ്പോഴും നമ്മുടെ എന്താണ് ഈ അറ്റ്മോസ്ഫിയറിൽ വരെ എന്തുണ്ട്, ബാക്ടീരിയയും ബാക്ടീരിയൽ സ്പോറുകളും ഉണ്ട്, അല്ലേ? അപ്പോൾ ഇതൊക്കെ കൊണ്ട് എപ്പോഴും നമ്മുടെ ഈ പാല് കണ്ടാമിനേറ്റഡ് ആയിരിക്കും, ഒരു സംശയമില്ല. ദെയർ വിൽ ബി ബാക്ടീരിയൽ ലോഡ് അറ്റ് ഓൾ. അത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ബാക്ടീരിയൽ ലോഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആയാലും ഒരു 4-5 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിക്ക് ബാക്ടീരിയ ആക്ഷൻ തുടങ്ങും, ഈ പറഞ്ഞ അസിഡിറ്റി ഉണ്ടായി വരും. അപ്പോൾ നമുക്ക് സ്റ്റോർഡ് മിൽക്ക് ആകുമ്പോഴത്തേക്കും എന്തുണ്ടാകും, ഡെവലപ്ഡ് അസിഡിറ്റി ഉണ്ടായിരിക്കും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട, ഉണ്ടാകും കേട്ടോ. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ ടൈറ്ററബിൾ അസിഡിറ്റി ഓഫ് സ്റ്റോർഡ് മിൽക്ക് എന്ന് എങ്ങനെയാണ് മക്കളെ പറയുന്നത്? സം ഓഫ് നാച്ചുറൽ അസിഡിറ്റി. അപ്പോൾ സ്റ്റോർഡ് മിൽക്ക് ആകുമ്പോൾ ദെയർ വിൽ ബി എന്താണ് ഡെവലപ്ഡ് അസിഡിറ്റി, അല്ലേ? സം ഓഫ് നാച്ചുറൽ അസിഡിറ്റിയെയും ഡെവലപ്ഡ് അസിഡിറ്റിനെ കൂട്ടിയിട്ടാണ് നമ്മൾ സ്റ്റോർഡ് മിൽക്കിന്റെ ടൈറ്ററബിൾ അസിഡിറ്റി എടുക്കുക. ഓക്കെ, ദ ടൈറ്ററബിൾ അസിഡിറ്റി ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് ലാക്റ്റിക് ആസിഡ്. നേരത്തെ പറഞ്ഞു എന്താണ് ഈ പെർസെൻറ്റേജ് കൊടുത്ത് അവസാനം എൽ എന്നുള്ള കൊടുക്കും, അല്ലേ? ലാക്റ്റിക് ആസിഡ് പെർസെൻറ്റേജിലാണ് നമ്മൾ ടൈറ്ററബിൾ അസിഡിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ, കൗസ് മിൽക്കിന്റെ, അല്ലേ, ടൈറ്ററബിൾ അസിഡിറ്റി ഓഫ് കൗ മിൽക്സ് എങ്ങനെയാണ്, എത്രയാണ്? 0.13 to 0.14. അതുപോലെ ബഫലോന്റെ എങ്ങനെ 0.14 to 0.15. അതുപോലെ ഡെവലപ്ഡ് ഓർ റിയൽ അസിഡിറ്റി എന്ന ലാക്റ്റിക് ആസിഡ് മൂലം ഉണ്ടാകുന്ന അസിഡിറ്റി നമ്മൾ എന്ത് വിളിക്കുക, ഡെവലപ്ഡ് അല്ലെങ്കിൽ റിയൽ അസിഡിറ്റി എന്ന് വിളിക്കുക. ഇത് എങ്ങനെ ഉണ്ടാകുന്നുണ്ട്? ബാക്ടീരിയൽ ആക്ഷൻ. എന്തില്? ലാക്ടോസിലെ ബാക്ടീരിയൽ ആക്ഷൻ കൊണ്ടാണ് എന്ത് ഡെവലപ്ഡ് അസിഡിറ്റി ഉണ്ടാവുക. അതുപോലെ ടൈറ്ററബിൾ അസിഡിറ്റി ഓഫ് സ്റ്റോർഡ് മിൽക്ക് എങ്ങനെ നമ്മൾ കൂട്ടും? എങ്ങനെ? അപ്പാരന്റ് അസിഡിറ്റി അല്ലെങ്കിൽ നാച്ചുറൽ അസിഡിറ്റി പ്ലസ് ഡെവലപ്ഡ് അസിഡിറ്റി. ഇതാണ് നമുക്ക് സ്റ്റോർഡ് മിൽക്കിലെ എന്ത് വരുന്നത്, ടൈറ്ററബിൾ അസിഡിറ്റി വരുന്നത്, അല്ലേ? അതുപോലെ ടൈറ്ററബിൾ അസിഡിറ്റി ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് ലാക്റ്റിക് ആസിഡ്. ഇനി പി എച്ച് നോക്കാം. എന്താ പി എച്ച്? പി എച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കി എന്താണ് എങ്ങനെയാണെന്നുള്ളത്. ദ പി എച്ച് ഓഫ് നോർമൽ ഫ്രഷ് സ്വീറ്റ് മിൽക്ക് യൂഷ്വലി വേരീസ് ഫ്രം 6.4 to 6.64 ആർക്ക് കൗ ആൻഡ് 6.7 to 6.84 ബഫല്ലോ മിൽക്ക്. കേട്ടോ, ഇത് പഠിച്ചു വെക്കണം കേട്ടോ. നമ്മളിത് പ്രത്യേകം എഴുതി പഠിച്ചു വെക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു സാധനത്തിൻ്റെ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ വെച്ചാലും മതി. പ്രധാനമായിട്ടും ഓർക്കേണ്ട നമ്പറുകളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചേർത്തൊരു ചാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോൾ ഗുണം എന്നറിയാമോ നിങ്ങൾക്ക്? അതൊരു വിഷ്വൽ എയ്ഡാണ്. നമുക്ക് പഠിക്കാനായിട്ട് ഒത്തിരി 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 ഒരു വഴികളുണ്ട്. എന്താണ് നമ്മൾ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ? എപ്പോഴും നമ്മളെല്ലാവരും വിളിച്ചു ചോദിക്കും, സാറേ റാങ്ക് ഫയലുണ്ടോ, റാങ്ക് ഫയലുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കും. സാറേ റാങ്ക് ഫയലുണ്ടോ? റാങ്ക് ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുമെന്ന് അറിയാമോ? പോട്ടെ, ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. പണ്ട് പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിലും പ്ലസ് 2 ഫൈനൽ എക്സാമുള്ള സമയത്ത് ഒരു കല്യാണത്തിന് പോകണോ? അച്ഛൻ പറഞ്ഞു കല്യാണത്തിന് ഞാൻ പറ്റില്ല, പഠിക്കാണ്ട് ഞാൻ എഴുതുന്നില്ല. പരീക്ഷയുടെ സമയത്ത് മാത്രമേ ഈ ചൂടുള്ളൂ കേട്ടോ. പരീക്ഷ പഠിക്കാണ്ട് വാടാ, ഇത് അത്യാവശ്യം കല്യാണം, നീ ഓക്കെ കല്യാണത്തിന് വേണം. കല്യാണത്തിന് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും കുറച്ച് സമയം വെറുതെ ഇരിക്കണം, ബോറായി, പോസ്റ്റായി, ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ പഠിക്കായിരുന്നു, ബുക്ക് എടുത്തില്ല, കഷ്ടമായിപ്പോയി. എന്നിട്ട് അടുത്ത ആഴ്ച വേറൊരു ബന്ധു വീട്ടിൽ പോയി ബുക്ക് എടുത്ത് വെച്ചേക്കണം പഠിക്കാൻ. പഠിക്കുമോ നമ്മൾ? ഇല്ല. ഇതിൻ്റെ പിന്നിൽ എന്താണ് അതിൻ്റെ സൈക്കോളജി എന്ന് നമുക്ക് അറിയാമോ? ഒന്ന് ആലോചിക്കുകയാണ്. ഇതാണ് നിങ്ങൾ റാങ്ക് ഫയൽ വാങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഫാൾസ് കോൺഫിഡൻസ്. നിങ്ങളുടെ കയ്യിൽ റാങ്ക് ഫയൽ ഉണ്ടല്ലോ, ഓക്കെ എനിക്ക് എപ്പോഴും പഠിക്കാമല്ലോ, സാധനം ഉണ്ടല്ലോ. ഇതാണ് സംഭവം. നമ്മൾ അതിനൊരു മെൻ്റൽ മാസ്റ്റർബേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്. വേറൊരു എക്സാമ്പിൾ, മെൻ്റൽ മാസ്റ്റർബേഷൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മൾ
പുതിയ പുതിയ ഐഡിയാസിനെ കുറിച്ച് ചിന്തിക്കുന്നു, പുതിയ ബിസിനസ് ഐഡിയാസിനെ കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഞാൻ ഇത്രയും കാലം ഇത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്നത് പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് അതായത് ഇന്ന ജോലി നമുക്ക് കയറാൻ പറ്റും, ജർമ്മനി പോകാൻ പറ്റും, ജർമ്മനി പോയാൽ നമുക്ക് അവിടെ ഇന്ന ഒരാളിനെ കല്യാണം കഴിച്ച് അവിടെ ജീവിക്കാം, അവിടെ ഇന്ന ഗുണങ്ങളുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ആലോചിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങണം. പിറ്റേന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പഴയത് തന്നെയാണ്, നമ്മൾ നമ്മളെ കാര്യം നോക്കി പോകുന്നു, നമ്മൾ ഇതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നില്ല. ഇതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, മെൻ്റൽ മാസ്റ്റർബേഷൻ എന്ന് വിളിക്കുക. കാര്യം നമ്മൾ മനസ്സിനൊന്ന് സൂചിപ്പിക്കുക, നമ്മൾ മനസ്സിലായ പറഞ്ഞത്. അപ്പോൾ ഒരു പരിധി വരെ ഇതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പഠിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നത് എങ്ങനെയാടാ? ഈ പുസ്തകം എടുത്ത് നമ്മുടെ മുന്നിൽ വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ വായിക്കുന്നു. പുസ്തകം എടുത്തു വെച്ച് വായിക്കുമ്പോൾ സ്വപ്നം കാണാത്ത എത്ര പേരുണ്ട്? പുസ്തകം വായിക്കുമ്പോൾ സ്വപ്നം കാണാത്ത എത്ര പേരുണ്ട്? ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഞാൻ ഉൾപ്പെടെ, ഞാൻ അടക്കമുള്ള ആൾക്കാർ പുസ്തകം എടുത്ത് വെച്ച് കുറച്ച് വായിക്കാൻ നമുക്ക് ശ്രദ്ധ കിട്ടും, കുറേ ശ്രദ്ധ കിട്ടണമെന്നില്ല, പിന്നെ നമ്മൾ സ്വപ്നം കാണും. ഈ പുസ്തകം നമ്മളെ കയ്യിരിക്കുന്നു, 2 മണിക്കൂർ നമ്മൾ ഇതിനെ കുറിച്ച് എന്തൊക്കെ ചെയ്തു, നമ്മൾ പഠിച്ചു, നമ്മളെ മനസ്സിനെ സ്വയം വിശ്വസിപ്പിച്ചുകൊണ്ട് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകും. പഠിച്ചു കഴിഞ്ഞോ? ശരിക്കും പഠിച്ചു കഴിഞ്ഞോ? ഇല്ല. അപ്പോൾ പഠനത്തിന് ഒത്തിരി മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താനുള്ള കാര്യം വെബിനാറിൽ നമുക്ക് നേരെ ഡിസ്കസ് ചെയ്യാം. കൂടുതൽ പറഞ്ഞാൽ സമയം പോകും, നമുക്ക് ക്ലാസ് നീങ്ങത്തില്ല. എന്തായാലും ആ മെത്തേഡിൽ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന ഒരു മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി കുറേ പോയിന്റ്സ് പഠിച്ചു, കുറേ പോയിന്റ്സിൽ കുറേ നമ്പറുകളുണ്ട്. എന്നെപ്പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്പറുകൾ ഓർത്ത് വെക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് ആകെക്കൂടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ആകെക്കൂടെ ഓർമ്മയുള്ള ഒരു നമ്പർ 9497742944 എന്ന നമ്പറാണ്. എൻ്റെ പേഴ്സണൽ നമ്പറാണ് കേട്ടോ, എൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഈ നമ്പർ മലയാളത്തിൽ പറ എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം എഴുതി നോക്കിയിട്ട് വായിക്കേണ്ടതായിട്ട് വരും. പിന്നെ 9 മനസ്സിലായാ? അങ്ങനെ ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് PSC പരീക്ഷ എഴുതി പാസ്സായത്? ഞാൻ എങ്ങനെയാണ് പഠിച്ചു മുന്നോട്ട് പോയത്? അതിനകത്ത് ഞാൻ പ്രയോഗിച്ചൊരു മാർഗ്ഗമാണ് ഞാൻ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. വളരെ എഫക്റ്റീവാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ വന്നിരിക്കുന്ന പ്രത്യേക നമ്പറുകളും അതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള വാല്യൂസും മാറിപ്പോകാൻ സാധ്യതയുള്ള ഫാക്ട്സ് എല്ലാം കൂടെ ഒരു ടേബിൾ ആക്കി വെക്കുക. ഈ ടേബിൾ ഒന്നുകിൽ എവിടെയെങ്കിലും ഡിസ്പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ കയ്യിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ ടേബിളാക്കി നമ്മളൊരു ചെറിയ പുസ്തകം പോലെ ആക്കി കയ്യിൽ സൂക്ഷിക്കുക. എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ട് ഇരിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മൾ യാത്ര പോകുമ്പോഴത്തേക്കും, ബസ് ഇരിക്കുമ്പോഴത്തേക്കും കൗസ് മിൽക്കിൻ്റെ pH എത്ര? ഓർമ്മയില്ലല്ലോ, കുഴപ്പമില്ല, നോക്കല്ലേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അല്ല, നിങ്ങൾ എഴുതി പഠിക്കണ്ട, കാണാതെ പഠിക്കണ്ട, മനസ്സിൽ റിപ്പീറ്റ് ഉരുവിട്ട് പഠിക്കണ്ട. ഉരുവിട്ട് പഠിക്കുന്ന സംഭവിക്കുന്ന അറിയാമോ? കൗസ് മിൽക്കിൻ്റെ pH 6.4 to 6.6, ബഫലോ മിൽക്കിൻ്റെ pH 6.7 to 6.8. ഓക്കെ, 4, 7, 8. ഓക്കെ, കിട്ടി പഠിച്ചു. ഓക്കെ, ഫൈൻ. അടുത്തോട്ട് പോകണം. മനസ്സിലായില്ലേ? അത് കിട്ടുന്നവരെ നമ്മൾ പഠിക്കും. ഇതല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഓർമ്മയിൽ ഇതിങ്ങനെ തിളങ്ങി നിൽക്കണം മക്കളെ. അതിനുവേണ്ടി നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? വിഷ്വൽ എയ്ഡ്സ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയൊരു പുസ്തകത്തിനകത്തുള്ള ഈ ഒരു ചാർട്ട്, ദാറ്റ്സ് എ വിഷ്വൽ എയ്ഡ്. അത് കഴിഞ്ഞ് നിങ്ങൾ കുറേ കഴിഞ്ഞിട്ട് എന്താണ്? ടൈട്രബിൾ അസിഡിറ്റി ഓഫ് സ്കിം മിൽക്ക് പിടുത്തം കിട്ടില്ല, മറിച്ച് നോക്കുന്നു. ഇത്രയേ ഉള്ളൂ. റിവേഴ്സ് ആയിട്ട് നമ്മൾ നോക്കിയാൽ മാത്രം മതി, സംഭവം ഓർമ്മ നിൽക്കും കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്, അതൊക്കെ വഴി ഞാൻ പറഞ്ഞുതരാം. നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചത് മക്കളെ, pH എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ ആണല്ലേ. pH ഫ്ലോ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ ആയോ അല്ലേ, പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ എന്നാണ്. അതുപോലെ ദ pH ഓഫ് നോർമൽ ഫ്രഷ് സ്വീറ്റ് മിൽക്ക് ഈസ് യൂഷ്വലി വേരിയഡ് ഫ്രം കൗസ് മിൽക്ക് ആകുമ്പോഴത്തേക്കും 6.4 മുതൽ 6.6 വരെയും, അതുപോലെ 6.7 മുതൽ 6.8 വരെയാണ് ബഫലോ മിൽക്കിന്റെ pH വേരി ചെയ്യുന്നത്. അപ്പോൾ pH വാല്യൂസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദിസ് ഇൻഡിക്കേറ്റ്സ് നമ്മൾ പറന്ന പാലില് pH വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഫ്രഷ്ലി ഡ്രോൺ മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ ലക്ഷണമായിരിക്കും? അഡർ ഇൻഫെക്ഷന്റെ ലക്ഷണമായിരിക്കും അല്ലേ. എന്താണ്? അഡർ ഇൻഫെക്ഷന്റെ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മാസ്റ്റൈറ്റിസിന്റെ ലക്ഷണമായിരിക്കും. എന്താ മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ? ഇൻഫ്ലമേഷൻ ഓഫ് അഡർ ടിഷ്യൂസ് ആണ് മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ. എന്താണ് അഡർ എന്ന്? നമുക്ക് എന്താണ് അഡർ എന്ന് പറഞ്ഞാൽ അകിഡ് അല്ലേ, അകിഡ്. അപ്പോൾ ഈ അകിഡിന്റെ ടിഷ്യൂസിലുള്ള ഇൻഫ്ലമേഷൻ, അതിന് കാരണം എന്തായിരിക്കും? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനാണ് മാസ്റ്റൈറ്റിസ് എന്ന് പറയാം. മാസ്റ്റൈറ്റിസ് ബാധിച്ചാൽ, അകിഡ് വീക്കം ബാധിച്ചാൽ അവിടെ നിന്ന് വരുന്ന പാല് അസിഡിക് ആയിരിക്കും. ചിലപ്പോൾ പാല് പോലെ ആയിരിക്കില്ല, അത് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു വരും. പാല് പിരിഞ്ഞു വരത്തില്ല, നമ്മൾ ചൂടാക്കാൻ പിരിഞ്ഞു പോകത്തില്ല, അതുപോലെ വരും. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവസാനം വരുന്നത് എന്തായിരിക്കും? ഒരു പഴുപ്പിൻ്റെ നിറമായിരിക്കും, പഴുത്ത് വരും, പഴുപ്പ് പോലായി വരും. നമ്മുടെ ശരീരത്തൊക്കെ പഴുക്കത്തില്ലേ, അതുപോലെ ചലമായിട്ട് വരും.
അതും കഴിഞ്ഞ് ചിലപ്പോൾ രക്തത്തിൻ്റെ കളറി വരും. പിന്നെയും ചികിത്സിച്ചില്ലെങ്കിൽ അടർ തന്നെ തീരുമാനമായി അത് നശിച്ചു പോകും. അടർ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള അസുഖമാണ് മാസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ അകിട് വീക്കം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, ഈ പറഞ്ഞ അകിടിൻ്റെ ഉള്ളിലേക്ക് ബാക്ടീരിയ കയറി ഇൻഫെക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ pH വാല്യൂസ് ലോവർ ദാൻ ദ നോർമൽ ഇൻഡിക്കേറ്റ്സ് അഡർ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഓഫ് ദി അഡർ. ഇനി pH വാല്യൂസ് ലോവർ ദാൻ ദാറ്റ് ഇൻ ദ സ്റ്റോർഡ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയൽ സ്പോയിലേജ് എന്ന് പറയാം. സ്റ്റോർഡ് മിൽക്കിൽ ഇതിനേക്കാൾ ചെറിയ താഴ്ന്ന pH ആണെന്നുണ്ടെങ്കിൽ, കൂടുതൽ അസിഡിക്കായ pH ആണെന്നുണ്ടെങ്കിൽ അത് ബാക്ടീരിയൽ സ്പോയിലേജ് ആണ് അതിൻ്റെ കാരണം എന്ന് പറയാം. ഫ്രഷ് മിൽക്ക് ആണെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? അഡർ ഇൻഫെക്ഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സംഭവമാണ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക്. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഡെൻസിറ്റി? നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ധാരണ ഉണ്ടാവും, എല്ലാവർക്കും ധാരണ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഡെൻസിറ്റി എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും നമ്മുടെ ആർക്കിമിഡീസ് തത്വത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിനെ കുറിച്ച് ബോയൻസി, ലോ ഓഫ് ബോയൻസിയെ കുറിച്ച് പക്ഷേ കേട്ടിട്ടുണ്ടാവും. ലോയുടെ പേരൊന്നും ഓർമ്മയില്ലെങ്കിൽ കൂടിയും പണ്ട് യുറേക്ക എന്ന് വിളിച്ച ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ച്, ആർക്കിമിഡീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, അറിയാവുന്നവർ കേട്ടിരിക്കുക, ഇല്ല എന്നവർ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഞാൻ സംഭവം എല്ലാം മറന്നു, ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നതല്ല. എന്തായാലും ഏതോ ഒരു രാജ്യമാണ്, രാജ്യം കൃത്യമായി ഓർക്കുന്നില്ല. ആർക്കിമിഡീസ് ഈ രാജ്യത്തെ ഉള്ളൊരു ശാസ്ത്രജ്ഞനാണെന്ന് വെച്ചോളൂ, ആണ് ആർക്കിമിഡീസ്. ഞാൻ ജസ്റ്റ് പണ്ട് കേട്ട ഒരു ഓർമ്മ വെച്ച് പറയാട്ടോ. എന്തായാലും ഈ പെർട്ടിക്കുലർ രാജാവ് കുറച്ച് സ്വർണം ഒരു പണിക്കാരനെ, ഒരു കൊല്ലനല്ലോ ആക്ച്വലി സ്വർണ്ണ പണിക്കാരനെ ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഒരു കിരീടം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ അദ്ദേഹം കിരീടം ഉണ്ടാക്കി തിരിച്ച് രാജാവിനെ ഏൽപ്പിക്കുന്നു. ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ രാജാവിനൊരു സംശയം, സ്വർണം കൊണ്ടാണല്ലോ കിരീടം ഉണ്ടാക്കിയിരിക്കുന്നത്, ഇനി ഈ സ്വർണത്തിനകത്ത് വേറെ എന്തെങ്കിലും കൃത്രിമം ഉണ്ടാക്കിയിട്ടുണ്ടോ? പക്ഷെ മനോഹരമായിട്ടുള്ള സ്വർണ്ണമാണ്, കിരീടമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മുറിച്ച് നോക്കാമെന്ന്. കാരണം അകത്ത് വേറെ എന്തെങ്കിലും വിളക്കി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ലല്ലോ, പറ്റില്ല. അപ്പോൾ ഇതൊരു പ്രശ്നമായിട്ട് മുന്നോട്ട് വെച്ചു. ഇതിനകത്ത് മായം ചേർക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം. അപ്പോൾ ആർക്കും ഒരു ഉത്തരവില്ല. എല്ലാവർക്കും ഉത്തരം അതങ്ങനെ മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ അറിയാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ അത് ശരിക്കും വിളക്കി ചേർത്താൽ എങ്ങനെ അറിയാൻ പറ്റൂടാ? വിളക്കി നമ്മൾ ഒരുമിച്ച് ചേർത്ത് വേറെ ചെമ്പോ അങ്ങനെയുള്ള ഏതെങ്കിലും ലോഹങ്ങൾ വിളക്കി ചേർത്തതിന് ശേഷം ചെയ്താൽ അറിയാൻ പറ്റില്ല അല്ലേ? എന്തായാലും അത് ആർക്കിമിഡീസിൻ്റെ മുന്നിലെത്തുന്ന ഈ ഒരു പ്രശ്നം. അങ്ങനെ ആർക്കിമിഡീസിന് ഒരു പിടുത്തവും കിട്ടണില്ല. അങ്ങനെ ആർക്കിമിഡീസ് കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാത്ത് ടബിൽ വെള്ളം തിറച്ചതിന് ശേഷം അതിനകത്തോട്ട് ഇറങ്ങി കിടക്കുമ്പോൾ കുറേ വെള്ളം പുറത്തേക്ക് പോയി. അപ്പം ഇങ്ങനെ ഒരു ഐഡിയ കത്തി. അപ്പം പുള്ളി കണ്ടുപിടിച്ച ഐഡിയ കത്തി. അപ്പോൾ തുടക്കത്തിൽ പണ്ട് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എനിക്കും ഇത് കൃത്യമായിട്ട് അന്നും മനസ്സിലായി, പിന്നെയാണ് എനിക്കിത് മനസ്സിലാവുന്നത്. എന്തായാലും ആർക്കിമിഡീസ് ചെന്നതിന് ശേഷം ചോദിച്ചു, നിങ്ങൾ എത്ര സ്വർണ്ണമാണ് ഇത് പണിയാൻ വേണ്ടി കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അത് 1.5 കിലോ സ്വർണ്ണമാണ് കൊടുത്തത്. അപ്പോൾ 1.5 കിലോ സ്വർണ്ണം കൊണ്ടുവരാൻ കൽപ്പിച്ചു. അപ്പോൾ 1.5 കിലോ സ്വർണ്ണം കൊണ്ടുവന്നു. അപ്പോൾ ഈ കിരീടം എടുത്ത് വെള്ളത്തിലേക്ക് താഴ്ത്തുന്നു, അതേപോലെ 1.5 കിലോ സ്വർണ്ണവും എടുത്ത് വെള്ളത്തിലേക്ക് താഴ്ത്തുന്നു. ഓഫ് കോഴ്സ് ഇത് രണ്ടും ലോഹങ്ങളായതുകൊണ്ടും താരതമ്യേന ഡെൻസിറ്റി വെള്ളത്തിനേക്കാൾ കൂടിയതായതുകൊണ്ടും ഇത് താഴ്ന്നു പോവുകയും വെള്ളം റീപ്ലേസ് ചെയ്യപ്പെടുകയും ചെയ്യും അല്ലേ, വെള്ളം പുറത്തേക്ക് കവിഞ്ഞു കളയുകയും ചെയ്യും. അപ്പോൾ ഇദ്ദേഹം 2 പാത്രങ്ങളിൽ നിന്നും പുറത്തു പോയ വെള്ളം ശേഖരിക്കുകയും അതിൻ്റെ വോളിയം മെഷർ ചെയ്ത് നോക്കുകയും ചെയ്യുന്നുണ്ടായി. ഓഫ് കോഴ്സ് എന്തായിരുന്നില്ല, രണ്ടും തുല്യമായിരുന്നില്ല, വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക, 1 കിലോഗ്രാം സ്വർണം കൊണ്ട് മാത്രം ഉണ്ടാക്കിയ കിരീടമാണെന്നുണ്ടെങ്കിൽ 1 കിലോഗ്രാം സ്വർണം കിരീടമല്ലാത്ത രീതിയിലും നമ്മൾ വെള്ളത്തിൽ മുക്കിയാലും 1 കിലോഗ്രാം സ്വർണം കിരീടത്തിൻ്റെ രൂപത്തിലും വെള്ളത്തിൽ മുക്കിയാലും പുറത്തു പോകുന്ന വെള്ളത്തിൻ്റെ അളവ് തുല്യമായിരിക്കണം. ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. കുറച്ചും കൂടെ ലളിതമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വർണ്ണവും എടുക്കുന്നു, വെള്ളി എടുക്കുന്നു, വെള്ളി അവിടെ നിൽക്കട്ടെ, സ്വർണ്ണം എടുക്കുന്നു, അതുപോലെ അത്രയ്ക്ക് മെർക്കുറി എടുക്കുന്നു. മെർക്കുറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വളരെയധികം വെയിറ്റ്, ഭാരം കൂടിയിട്ടുള്ള ഡെൻസ് ആയിട്ടുള്ള ലോഹമാണ് മെർക്കുറി. നിങ്ങൾ കയ്യിലെടുത്തുള്ള ആൾക്കാരൊക്കെ അറിയാം, ഒരു തുള്ളി മെർക്കുറി കയ്യിലിട്ട് ഓടിക്കളിക്കും, ദ്രവരൂപത്തിലുള്ള ലോഹമാണ് അല്ലേ, പക്ഷേ ഭയങ്കര വെയിറ്റ് നമുക്കത് ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ 1 കിലോഗ്രാം മെർക്കുറിയും 1 കിലോഗ്രാം ഇരുമ്പും എടുത്താൽ മെർക്കുറി ഇത്രയേ ഉണ്ടാവുള്ളൂ, ഇരുമ്പ് 1 കിലോഗ്രാം കട്ടയിൽ അത്രയും ഉണ്ടാവും, അതിൻ്റെ 4/1 പോലും ഉണ്ടാവില്ല മെർക്കുറിയുടെ വോളിയം. ഇത് രണ്ടും വെള്ളത്തിൽ താഴ്ത്താൽ പുറത്തു പോകുന്ന വെള്ളത്തിൻ്റെ അളവ് തുല്യമല്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മെർക്കുറി ഒരാൾക്ക് കൊടുത്തതിന് ശേഷം അത് വെച്ചൊരു സാധനം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അയാൾ ഇതിൽ ഇരുമ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതിൻ്റെ വോളിയം, വ്യാപ്തം വർദ്ധിക്കും.
ഇത്രയേ ഉള്ളൂ. ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്രയും കാര്യം മനസ്സിലാക്കാം. ഇതാണ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? തുല്യമായിട്ടുള്ള വ്യാപ്തത്തിലുള്ള അളവ്, വെയിറ്റിന്റെ വ്യത്യാസം, അതായത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇതാണ് എൻ്റെ ഒരു എന്താ പറയുക, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അതിലേക്കും വരാം എന്തായാലും. ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഈസ് ദ മാസ് വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം. എന്താണ്? മാസ് അല്ലെങ്കിൽ വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിൽ, ഉദാഹരണം യൂണിറ്റ് വോളിയം നമ്മൾ 1 ലിറ്റർ എന്ന് എടുക്കട്ടെ. 1 ലിറ്റർ അല്ല കേട്ടോ ഇവിടെ പറയുന്നത്, പക്ഷെ 1 ലിറ്റർ എന്ന് എടുക്കട്ടെ. 1 ലിറ്ററിന് യൂണിറ്റ് വോളിയം ആണേ അല്ലേ? 1 ലിറ്റർ വെള്ളവും 1 ലിറ്റർ പാലും എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭാരത്തിന് വ്യത്യാസം ഉണ്ടാകുമോ മക്കളെ? ഉണ്ടാകും. എന്താ കാരണം? രണ്ടും വെള്ളം മാത്രമല്ല. പാലിൽ എന്തുണ്ട്? വേറെ എന്തൊക്കെയോ സോളിഡ് സബ്സ്റ്റൻസും ഉണ്ട്. അപ്പോൾ എന്താണ്? അവിടെ വെയിറ്റിൽ വ്യത്യാസം ഉണ്ടാകണം. ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കാം. അപ്പോൾ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് എന്താണ്? മാസ് പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിലുള്ള സാധനത്തിന്റെ മാസ് അല്ലെങ്കിൽ വെയിറ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക, ഡെൻസിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നോക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ദ റേഷ്യോ ഓർ ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ടു ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ്. അതിന് വാട്ടർ എന്ന് വിളിക്കും. അപ്പോൾ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഡെൻസിറ്റി എന്താണ് മനസ്സിലായി? എന്താണ്? ഒരു സബ്സ്റ്റൻസിന്റെ മാസ് അല്ലെങ്കിൽ വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം ആണ് ഡെൻസിറ്റി. അപ്പോൾ എന്താ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ? ഇതൊരു റേഷ്യോ ആണ്. അപ്പോൾ എങ്ങനെ? നമ്മൾ വെള്ളത്തിനെ അടിസ്ഥാന വസ്തുവായിട്ട് എടുക്കുകയാണ്. വെള്ളത്തിനെ കാര്യം എന്നറിയാവോ? വളരെ സിമ്പിളാണ്. 1 ലിറ്റർ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഭാരം എപ്പോഴും ശുദ്ധജലമാണെങ്കിൽ 1 കിലോഗ്രാം ആയിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളത്തിന് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, വെള്ളം എടുക്കുമ്പോൾ എങ്ങനെ? 1 ലിറ്റർ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എന്താണ് വെയിറ്റ് എടുത്താൽ കൃത്യമായിട്ട് 1 കിലോഗ്രാം ആയിരിക്കും. അതേസമയം പാല് 1 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ അത് 1 കിലോഗ്രാം ആയിരിക്കില്ല, 1 കിലോഗ്രാമിൽ കൂടുതലായിരിക്കും. അതിന്റെ കാരണം പാലില് കുറച്ച് സോളിഡ് കണ്ടന്റ് കൂടെ ആഡ് ആയിട്ട് ഉണ്ട്. ഓക്കെ അല്ലേടാ പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് റേഷ്യോ ഓർ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു എ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ്. അപ്പോൾ എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി? വാട്ടർ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുന്നത്? അളക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേടാ? ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ്, ഇത് നിങ്ങൾക്ക് കാണാൻ പഠിക്കുന്ന കാര്യങ്ങളല്ല കേട്ടോ, ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് വേരീസ് വിത്ത് ടെമ്പറേച്ചർ. വ്യത്യാസം വരുമോ? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെൻസിറ്റി വ്യത്യാസം വരുവോടാ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം, ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ടൈറ്റാനിക് എന്താ ചെയ്തത്? ടൈറ്റാനിക് എങ്ങനെ ഐസ്ബർഗിൽ ഇടിച്ചാണ് ടൈറ്റാനിക് തകർന്നത് അല്ലേ? പോട്ടെ, അതെല്ലാം പോട്ടെ, ടൈറ്റാനിക്കിനെ വിടുക. എന്തായാലും ഐസ് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ പൊങ്ങിടക്കും എന്നൊക്കെ അറിയാമല്ലോ. ഐസ് വെള്ളത്തിട്ടാൽ വെള്ളത്തിൽ പൊങ്ങിടക്കും. രണ്ടിലും ഉള്ളത് വെള്ളമല്ലേ? വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ മാത്രമല്ല, അതിൻ്റെ എന്താണ് രൂപത്തിലും അതിൻ്റെ ഭാവത്തിലും അതിൻ്റെ എന്താണ് അവസ്ഥയിലൊക്കെ വ്യത്യാസമുണ്ട്. ഖരാവസ്ഥയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? 0 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഐസായ വെള്ളത്തിന് സാധാ വെള്ളത്തേക്ക് ഡെൻസിറ്റി കുറവാണ്. സംഭവം മനസ്സിലായി? അപ്പോൾ എന്താണ്? ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ വിൽ അഫക്ട് ദ ഡെൻസിറ്റി ഓഫ് ഈച്ച് സബ്സ്റ്റൻസസ്. ടെമ്പറേച്ചർ വ്യത്യാസം വരുന്നതനുസരിച്ച് എന്താണ്? ഓരോ സബ്സ്റ്റൻസിൻ്റെയും ഒരു സെയിം സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ ടെമ്പറേച്ചർ കൂടെ തന്നാൽ മാത്രമേ അളക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കേണ്ട സമയത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് ലാക്ടോമീറ്റർ എടുക്കണം. ലാക്ടോമീറ്റർ എങ്ങനെയാണ് ഗ്രാജുവേറ്റ് ചെയ്തെങ്കിൽ നോക്കണം, ഏത് ടെമ്പറേച്ചറിലാണ് ഗ്രാജുവേറ്റ് ചെയ്ത് നോക്കണം. മാത്രമല്ല കറക്ഷൻ ഫാക്ടർ ആഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാം നമുക്ക്. അതൊന്നും ഇപ്പോൾ നോക്കണ്ട. എന്തായാലും ഇത് മനസ്സിലാക്കി വെച്ചേക്കുക. എന്താണ് ഡെൻസിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് വെയിറ്റ് അല്ലെങ്കിൽ മാസ് പെർ യൂണിറ്റ് വോളിയം ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് വിൽ വേരി എങ്ങനെ? അക്കോർഡിംഗ് ടു ടെമ്പറേച്ചർ അല്ലേ? അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ദ റേഷ്യോ ഓർ ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസിൽ എന്താണ്? റേഷ്യോ ഓഫ് ഡെൻസിറ്റി അല്ലേ? ഡെൻസിറ്റിയുടെ റേഷ്യോ, ഒരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി റേഷ്യോ ആണ് അല്ലേ? അത് ഏതുമായിട്ട്? വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എന്ത് വരുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നോക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് അറ്റ് ടെമ്പറേച്ചർ എത്രയാണ് നോക്കാം മക്കളെ. 60 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 15.6 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് ചെയ്യുന്നത്? റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ മിൽക്കിനെ സ്പെസിഫിക് ഗ്രാവിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, വ്യത്യസ്തമായിട്ട് ലാക്ടോമീറ്റർ എല്ലാം പല ടെമ്പറേച്ചറിൽ കാലിബ്രേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 15.6 കാലിബ്രേറ്റ് ലാക്ടോമീറ്റർ ഇട്ടാൽ ആ ടെമ്പറേച്ചറിൽ പാലാണെങ്കിൽ മാത്രമേ കൃത്യമായ സ്പെസിഫിക് ഗ്രാവിറ്റി കാണിക്കത്തുള്ളൂ. 27 കാലിബ്രേറ്റ് ചെയ്ത ലാക്ടോമീറ്ററിലും ഉണ്ട്.
അപ്പോൾ അത് ലാക്ടോമീറ്റേഴ്സ് പഠിക്കുമ്പോൾ പഠിക്കാം നമുക്ക്. ഇനി നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ടെക്നിക്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ പ്രധാനമായിട്ടും എല്ലാ ടെക്നിക്സും ഇവിടെ പഠിക്കാനില്ല, ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എന്തായാലും ഇവിടെ ചോദ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്, അതുകൊണ്ട് ആ ഭാഗം പഠിക്കാതെ പോകുന്നത് ശരിയുള്ള കാര്യമല്ല. എന്താണ്? ദ ഡെൻസിറ്റി ഓർ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് മേ ബി ഡിറ്റർമൈൻഡ് ബൈ ഐദർ, രണ്ട് വഴിയുണ്ട്, ഡിറ്റർമൈൻ ദ വെയിറ്റ് ഓഫ് എ നോൺ വോളിയം ഓർ ദ വോളിയം ഓഫ് എ നോൺ വെയിറ്റ്. കൺഫ്യൂഷൻ ഉണ്ടോ? എന്ത്? വെയിറ്റ് ഓഫ് എ നോൺ വോളിയം, വെയിറ്റ് ഓഫ് എ നോൺ വോളിയം അളന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൻസിറ്റി കിട്ടും. അതുപോലെ വോളിയം ഓഫ് എ നോൺ വെയിറ്റ് അളന്നാലും എന്ത് കിട്ടും? ഡെൻസിറ്റി കിട്ടും, ഡെൻസിറ്റി കിട്ടും, ഡെൻസിറ്റി കിട്ടും. ഓക്കെ, വെയിറ്റ് ഓഫ് എ നോൺ വോളിയം. എന്താ വെയിറ്റ് ഓഫ് എ നോൺ വോളിയം? ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. ഈ സാധനം എന്ന് പറഞ്ഞാൽ പിക്നോമീറ്റർ എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ പരിപാടി പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഈ സംഭവം 50 ml എഴുതിയിട്ടുണ്ടാകുന്ന 50 ml ഈ പിക്നോമീറ്ററിന്റെ മുകളിലത്തെ ഈ കാലിബ്രേഷൻ വരെ അതുവരെ നിറഞ്ഞാലാണ് 50 ml കൃത്യമായിട്ട് വരിക. ഇത് വെച്ച് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വെയിങ് ടേബിളിൽ വെച്ചിട്ട് പിക്നോമീറ്ററിന്റെ വെയിറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? 0 അടിച്ച് 0 ആക്കും. നമ്മൾ സാധാരണ ഇപ്പോഴത്തെ ഡിജിറ്റൽ മീറ്ററിലൊക്കെ വയ്ക്കില്ല, അതുപോലെ 0 ആക്കും. പിന്നെ അതിനകത്ത് ഒരു തുള്ളി ഒഴിച്ചാൽ അത് ഒരു തുള്ളിയുടെ വെയിറ്റ് നമുക്ക് കിട്ടും. ഓക്കെയാണ് പറഞ്ഞത്? അറിയാമല്ലോ. അങ്ങനെ 0 ആക്കിയതിനു ശേഷം പ്രൊസീജിയർ എല്ലാം ഞാൻ പറയുന്നില്ല, ആദ്യം ഡ്രൈ ചെയ്യണം, അത് റിൻസ് ചെയ്യണം, ഡ്രൈ ചെയ്യണം, എയർ ഡ്രൈ ചെയ്തിട്ട് പിന്നെ തിരിച്ചു വെക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ പറയുന്നില്ല. അങ്ങനെ ചെയ്തതിന് ശേഷം അതിനകത്ത് നമ്മൾ നിന്നു ഈ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കേണ്ടുന്ന ലിക്വിഡ് ഒഴിക്കുന്നു. ഏത് വരെ? ആ ബ്രിമ്മ് വരെ ഒഴിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഒരു വാട്ടർ ബാത്തിൽ വെക്കും. നമുക്ക് ഡിസൈഡ് ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ വാട്ടർ ബാത്തിൽ വെക്കും. വാട്ടർ ബാത്തിൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യും? ഈ സാധനം പുറത്തെടുത്ത് അവിടെയൊക്കെ പറ്റിയിരിക്കുന്ന വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് വെയിറ്റ് എടുത്ത് നോക്കും. ഇത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് 50 ml ആണെന്ന് അറിയാമല്ലേടാ? 50 ml ആണെന്ന് നമുക്ക് അറിയാം, ആരും പറഞ്ഞു തരണ്ട. കാരണം 50 ml വെയിറ്റാണ് നോക്കുന്നത്. ഇപ്പൊ ഇവിടെ നോൺ ഫാക്ടർ എന്താ? നോൺ ഫാക്ടർ എന്താ? വോളിയം ആണ് നോൺ ഫാക്ടർ, അല്ലേ? എന്താണ്? ഡിറ്റർമൈനിങ് ദ വെയിറ്റ് ഓഫ് എ നോൺ വോളിയം. വോളിയം ആണ് എന്ത്? നോൺ ഫാക്ടർ. അറിയാവുന്നുള്ള ഫാക്ടർ എന്താ മക്കളെ? ഇവിടെ വോളിയം ആണ്. അപ്പോൾ അതിന്റെ വെയിറ്റ് എടുക്കുന്നത്. ആ മെത്തേഡിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പിക്നോമീറ്റർ. ഓക്കെ, അതുപോലെ ഹൈഡ്രോസ്റ്റാറ്റിക് ബാലൻസ്. ഓക്കെ, ഹൈഡ്രോസ്റ്റാറ്റിക് ബാലൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഖരവസ്തുക്കളുടെ ഡെൻസിറ്റി അളക്കാൻ വേണ്ടിയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. നമ്മുടെ എന്താണ് ജംസ് ഒക്കെ ഇല്ലേ? ജംസ്, അതിൻ്റെയൊക്കെ, അത് രത്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ. അപ്പോൾ എന്താണ് പിക്നോമീറ്റർ? എന്താണ്? എന്താണ്? നോൺ വോളിയം, അല്ലേ? എന്താണ്? വെയിറ്റ് ഓഫ് എ നോൺ വോളിയം അളന്നുകൊണ്ട് നമ്മൾ ഡെൻസിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി തീരുമാനിക്കുന്നത് എന്താണ്? പിക്നോമീറ്റർ ഉപയോഗിക്കുന്നു. അതുപോലെ നേരെ തിരിച്ച് എന്താണ്? വോളിയം ഓഫ് എ നോൺ വെയിറ്റ്. വോളിയം ഓഫ് എ നോൺ വെയിറ്റ്, അവിടെ വെയിറ്റ് നമുക്കറിയാമായിരിക്കും. വെയിറ്റ് നമുക്കറിയാമായിരിക്കും. എന്താണ്? എങ്ങനെയാ സാധാരണ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കുന്നത്? സാധാരണ എന്ത് വെച്ചാൽ അളക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. ലാക്ടോമീറ്റർ വെച്ചിട്ടാണല്ലേ. ഇതേപോലൊരു മെഷറിംഗ് സിലിണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യും? പാലെടുക്കും, അല്ലേ? പാലെടുക്കും. മെഷറിംഗ് സിലിണ്ടർ തന്നെ വേണമെന്നില്ല, ഏത് സാധനം ആയിക്കോട്ടെ. നമ്മൾ പാലെടുത്തതിന് ശേഷം എന്താണ്? അത് നിറച്ചെടുക്കും, അല്ലേ? നിറച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലാക്ടോമീറ്റർ ഇങ്ങനെ അതിനകത്തോട്ട് ഇടും. അപ്പോൾ നമുക്ക് എന്താ അറിയാന്നുള്ള ലാക്ടോമീറ്ററിന്റെ വെയിറ്റ് അറിയാം. അപ്പോൾ എത്രത്തോളം പാലിനെ ഇത് ഡിസ്പ്ലേസ് ചെയ്യുന്നു അത് ലാക്ടോമീറ്റർ റീഡിങ്ങിൽ കാണിക്കും. മനസ്സിലായി? ഈ പാലിന്റെ ഡെൻസിറ്റി കുറവാണ്, വെള്ളം ചേർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ ദ്രാവകം പുറത്തേക്ക് പോകും, ലാക്ടോമീറ്റർ താഴ്ന്നു നിൽക്കും. അതേസമയം ഇതിൽ വെള്ളമൊന്നും ചേർന്നിട്ടില്ല, നല്ല കട്ടിയുള്ള പാലാണെന്നുണ്ടെങ്കിൽ അത്രയും പാലിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ ഈ വെയിറ്റ് ഉള്ള ലാക്ടോമീറ്ററിന് കഴിയില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ നോക്ക്, ഇവിടെ എന്താ നമുക്കറിയാവുന്നേ? വെയിറ്റ് അറിയാം. ഗിവൺ സബ്സ്റ്റൻസിന്റെ വെയിറ്റ് നമുക്കറിയാം. വോളിയം ഓഫ് എ ഗിവൺ വെയിറ്റ്, അല്ലേ? ഇത്ര വെയിറ്റ് ഉള്ള ഒരു സാധനം വിട്ടാൽ എത്ര വോളിയം പുറത്തേക്ക് പോയി എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാം. ഇവിടെ ചോദ്യം കിടപ്പുണ്ട് കേട്ടോ, അവനാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നോക്കാം, ഒന്നുകൂടെ നോക്കാം മക്കൾ. എന്താണ്? രണ്ട് തരത്തിൽ കണ്ടുപിടിക്കാം. എന്താണ്? വെയിറ്റ് ഓഫ് എ ഗിവൺ വോളിയം, അല്ലെങ്കിൽ എന്താണ്? വോളിയം ഓഫ് എ ഗിവൺ നോൺ വെയിറ്റ്. ഈ രണ്ട് മെത്തേഡുണ്ട്. അപ്പൊ എന്താണ്? ഇവിടെ നോക്ക്, 50 ml നമുക്ക് എന്താ അറിയാന്നുള്ള വോളിയം അറിയാം, നോൺ വോളിയം ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ലാക്ടോമീറ്റർ എടുക്കുമ്പോൾ അതൊരു വെയിറ്റ് ആണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള, അല്ലേ? വെയിറ്റ് ആണ്. അപ്പൊ എന്താണ്? അവിടെ നോൺ ഫാക്ടർ എന്താ? വെയിറ്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഈ രണ്ട് സംഗതി അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. ഇനി കോമൺ ടൈപ്സ് ഓഫ് ലാക്ടോമീറ്റർ, സീൽ ടൈപ്പ് ഉണ്ട്, Q&A ടൈപ്പ് ഉണ്ട്, അങ്ങനെ 3-4 ടൈപ്പ് ലാക്ടോമീറ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഓരോന്നും അതിൻ്റെ കാലിബ്രേഷൻ എല്ലാം പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡെൻസിറ്റി ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഞാൻ മുന്നോട്ട് പോവുകയാണ്.
അപ്പോൾ ആവറേജ് സ്പെസിഫിക് ഗ്രാവിറ്റി റേഞ്ച് പറയാം. എങ്ങനെയാണ്? 60 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. ഞാനിത് പറഞ്ഞതാണ്, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് വ്യത്യാസം വരും? എന്ത് വ്യത്യാസം വരും? സ്പെസിഫിക് ഗ്രാവിറ്റി വ്യത്യാസം വരുമെന്ന് പറഞ്ഞല്ലേ. 1.028 മുതൽ 1.030 വരെയാണ് സാധാരണ കൗസ് മിൽക്കിന്റെ എന്ത് വരുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത്. അതുപോലെ ബഫല്ലോ മിൽക്ക് ആകുമ്പോൾ എത്രടാ? 1.030 മുതൽ 1.032 വരെയാണ് എന്താ ബഫല്ലോ മിൽക്കിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ആൻഡ് സ്കിംഡ് മിൽക്ക് എടുക്കുമ്പോൾ 1.035 മുതൽ 1.037 വരെയാണ് എന്തിന്റെ? സ്കിംഡ് മിൽക്കിന്റെ എന്ത് വരുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത്. നമ്മളൊന്നുകൂടെ ഒന്ന് മനസ്സിലിരുത്തി പോണം കേട്ടോ. സ്കിംഡ് മിൽക്കിന് സ്പെസിഫിക് ഗ്രാവിറ്റി താരതമ്യേന കൂടുതലാണ്. എന്താണ് കാരണം? അപ്പോൾ എന്താ സ്കിംഡ് മിൽക്ക് നോക്കാം. സ്കിംഡ് മിൽക്ക് എന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു ക്യാൻ പാലെടുത്ത് വെച്ചിരിക്കുന്നു. ഒരു ക്യാൻ നിറയെ പാലുണ്ടേ. ഒരു ക്യാൻ നിറയെ വേണമെന്നില്ല, ഒരു കുപ്പി നിറച്ചാലും മതി. കുറച്ച് നേരം അനക്കാതിരുന്നു, ഒരു അരമണിക്കൂർ വെച്ചിരുന്നു. അരമണിക്കൂർ വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? മുകളിൽ നല്ല മഞ്ഞ കളറിൽ ഫാറ്റി ലെയർ ആയിട്ടുള്ള ക്രീം ഇങ്ങനെ പൊന്തി വരുമല്ലേ. നമുക്ക് എന്താണ് അത് വെച്ചിട്ട് വെണ്ണ വേർതിരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പതുക്കെ മുകളിൽ നിന്ന് മാത്രം ഇങ്ങനെ കോരിയെടുക്കാം. പൂർണ്ണമായിട്ടും അതിനെ ഏറെക്കുറെ കോരി എടുത്തു കഴിഞ്ഞാൽ പിന്നെ താഴെ കിടക്കുന്ന പാലാണ് സ്കിംഡ് മിൽക്ക്. അപ്പോൾ അതിന് എന്ത് സംഭവിക്കും മക്കളെ? എന്ത് സംഭവിക്കും? അതിൽ ഫാറ്റൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവും, താരതമ്യേന കുറവായിരിക്കും അല്ലേ. ഫാറ്റിൻ്റെ നോർമൽ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 0.022 മുതൽ 2 മൈക്രോൺ വരെയാണ്. 0.02 മൈക്രോണിൽ ആ ഒരു ലെവലുള്ള ഫാറ്റിൽ അതിനകത്ത് ഉണ്ടാവും. അത് ഡിസ്പേർഷൻ മീഡിയ ആയിട്ട് കിടക്കും. ബാക്കിയുള്ള ഒരു 99.5% ഫാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ എന്താണ് വ്യത്യസ്തമായ മെത്തേഡുള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ക്രീം സെപ്പറേഷൻ മെത്തേഡ് ഒന്നും ഞാൻ അവിടെ പറയുന്നില്ല. പ്രധാന 2 മെത്തേഡുണ്ട്. ഗ്രാവിറ്റി മെത്തേഡും ഉണ്ട്, അതേപോലെ നമുക്ക് സെൻട്രിഫ്യൂഗൽ മെത്തേഡും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും നമ്മളിങ്ങനെ വെച്ചാൽ ക്രീം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ക്രീം എന്ന് പറയുമ്പോൾ എന്താണ്? ഫാറ്റി ലെയർ. കാര്യം എന്താ? ഫാറ്റ് ഈസ് ആൾവേസ് ദ ലൈറ്റസ്റ്റ് കമ്പോണൻറ്റ് ഓഫ് മിൽക്ക്. മിൽക്കിലുള്ള കമ്പോണൻറ്റിൽ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പോണൻ്റാണ് എന്ത് പറയുക? ഫാറ്റ് എന്ന് പറയുക. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. പലപ്പോഴും നമുക്കൊരു ലേമാൻ ലെവലിൽ നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചപ്പോൾ നമുക്ക് സംശയം തോന്നിയിട്ടുള്ള കാര്യമായിരിക്കും. എന്താ? നമ്മൾ പലപ്പോഴും നമ്മുടെ പാൽ സൊസൈറ്റികളൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ പലപ്പോഴും റീഡിങ് വെച്ചിട്ടാണ് പാലിന് വിലയിടുന്നത്. മിൽക്ക് ഫാറ്റ് പെർസെൻറ്റേജ് അളക്കുന്നതും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഇപ്പോൾ അളക്കുന്നുണ്ട്. പലപ്പോഴും പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഇതിനകത്തുള്ള കൊഴുപ്പാണ്, പാലിൻ്റെ കൊഴുപ്പാണ് ഇവർ അളക്കുന്നതെന്ന് ഞാൻ കരുതിയിരുന്നത്. അല്ല, കൊഴുപ്പ് പൂർണ്ണമാക്കി മാറ്റിക്കഴിഞ്ഞാൽ പാലിൻ്റെ റീഡിങ് വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ പാലിൻ്റെ റീഡിങ്ങിന് കാരണം ആരാ? കൊഴുപ്പാണോ? അല്ല. കാര്യം എന്താ? കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറയുന്ന സാധനം ദ ലൈറ്റസ്റ്റ് പോർഷൻ ഓഫ് മിൽക്കാണ് അല്ലേ. മിൽക്കിൻ്റെ ഏറ്റവും ലൈറ്റസ്റ്റ്, ഏറ്റവും വെയിറ്റ് കുറഞ്ഞ പോർഷനാണെന്ന് പറയുന്ന ഈ പറഞ്ഞ സാധനം. അതുകൊണ്ട് ഇത് മുകളിലോട്ട് പൊന്തി വരുന്നേ. മനസ്സിലായില്ലേ? അപ്പോൾ അത് നീക്കിക്കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? പാലിനകത്ത് എന്താ ഉള്ളത്? SNF ആണ് കൂടുതലുള്ളത്. സോളിഡ് നോട്ട് ഫാറ്റ് കണ്ടന്റ് ആണ് കൂടുതലുള്ളത് അല്ലേ. സോളിഡ് നോട്ട് ഫാറ്റ് കണ്ടന്റ്. അതിന് താരതമ്യേന വെള്ളത്തേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ പാലിൽ കൂടുതൽ വെയിറ്റ് കൂടിയ ഭാഗം അതാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലായിരിക്കും. എന്തിന്? സ്കിം മിൽക്കിന്. അപ്പോൾ ഈ പറഞ്ഞ സാധനം സ്കിം മിൽക്ക് എന്നാണ് മനസ്സിലായി. സ്കിം മിൽക്കിന് എന്തുകൊണ്ടാണ് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുന്നെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ എന്താണ്? ഒന്നുകൂടെ നോക്കാം. ദ ആവറേജ് സ്പെസിഫിക് ഗ്രാവിറ്റി റേഞ്ചസ് അറ്റ് എവിടെ നോക്കാം? 0.028 മുതൽ 0.030 വരെയാണ് സാധാരണ കൗസ് മിൽക്ക്. ബഫല്ലോ മിൽക്ക് എടുക്കുമ്പോഴത്തേക്കും 0.030 മുതൽ 0.032 വരെ. ഓൺ ആൻ ആവറേജ് നമ്മൾ സാധാരണ മാർക്കറ്റ് മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 0.030 ആണ് നമ്മൾ മീൻ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. മീൻ വാല്യൂ 0.030 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ചോദ്യം ഇതാണ്. 1 ഇത്, 2 ഇത്, 3 ഇത്. ഈ 3 കാര്യങ്ങളാണ് ചോദിക്കാൻ കൊള്ളാവുന്നത്. നോക്ക്, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറഞ്ഞാൽ മിൽക്ക് ഈസ് ഹെവിയർ ദാൻ വാട്ടർ അല്ലേ. മിൽക്ക് എന്താണ്? വാട്ടറിനേക്കാളും ഹെവിയർ ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഒരു ക്യാൻ പാലെടുക്കുന്നു വെച്ചോ. ഒരു 1 ലിറ്റർ പാലെടുക്കുന്നു. 1 ലിറ്റർ പാല് നമുക്ക് അളന്നെടുക്കണം, അല്ലെങ്കിൽ തൂക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10 ലിറ്റർ പാല് നമ്മൾ തൂക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ തൂക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയാമോ? ലിറ്റർ ഇങ്ങനെ അളന്നല്ലേ എടുക്കാൻ പറ്റുള്ളൂ. 10 പ്രാവശ്യം കോരി ഒഴിക്കണ്ടേ? അതിനേക്കാളും എളുപ്പം നമുക്ക് തൂക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണ് മക്കളെ? എങ്ങനെയാണ്? 10 ലിറ്ററും 300 ഗ്രാമും കൂടെ എടുത്തു കഴിഞ്ഞാൽ എന്തായി? 10 ലിറ്റർ പാലായാലും 10 ലിറ്ററിൽ 10 കിലോഗ്രാം. 10 കിലോ 300 ഗ്രാം ആകുമ്പോൾ
10 ലിറ്റർ പാലായി. അത് 100 ലിറ്റർ പാലെടുക്കണമെങ്കിൽ നമുക്കൊരു കയ്യിലുള്ള ത്രാസാണുള്ളത്. നമ്മൾ എങ്ങനെ എടുക്കും? എങ്ങനെ 103 ലിറ്റർ എടുക്കണം. അല്ലെങ്കിൽ എന്താണ് 103 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ ക്ഷമിക്കണം, പിന്നെ തിരിഞ്ഞു പോകണം. 103 കിലോഗ്രാം എടുത്താൽ എന്തായി? 100 ലിറ്റർ പാലായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു കണക്ക്. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ അതാണ് മിൽക്ക് ഈസ് ഹെവിയർ ദാൻ വാട്ടർ. മിൽക്ക് ഈസ് ഹെവിയർ ദാൻ വാട്ടർ. മിൽക്ക് ഈസ് ഹെവിയർ ദാൻ വാട്ടർ. ഓക്കെ, അപ്പോൾ ഇനി പാലിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളുടെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് നോക്കി പോവാം. അപ്പോൾ എന്തൊക്കെയാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എന്തൊക്കെയാണ്? ദ പ്രപ്പോർഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂൻസ് അല്ലേ? അതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂൻസിന്റെ അതിനകത്തുള്ള ഘടകങ്ങളുടെ പ്രപ്പോർഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നതായി നമുക്കറിയാം. നേരത്തെ പറഞ്ഞു എന്താണ്? ദ ലൈറ്റസ്റ്റ് കമ്പോണന്റ് ഓഫ് മിൽക്ക് ഈസ് എന്താണ്? ഫാറ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി. അപ്പോൾ ഫാറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഫാറ്റ് കൂടിയാൽ എന്ത് സംഭവിക്കും? സ്പെസിഫിക് ഗ്രാവിറ്റി കൂടോ കുറയോ? സ്പെസിഫിക് കുറയും അല്ലേ? നമ്മൾ കുറേ ഫാറ്റ് എടുത്ത് ഒഴിച്ച് കുറച്ച് ഫാറ്റ് നമ്മൾ ആഡ് ചെയ്ത് കട്ടി കിട്ടട്ടെ എന്ന് പറഞ്ഞാണ്ട്, അല്ലെങ്കിൽ കൂടുതൽ വില കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഫാറ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? പാല് കൊണ്ടുപോയി അളക്കാൻ കൊണ്ടുപോയി സ്പെസിഫിക് ഗ്രാവിറ്റി താരതമ്യേന കുറയും. കാര്യം എന്താ? ഫാറ്റ് ലൈറ്ററാണ്. മനസ്സിലായില്ലേ? ആ സമയം ഫാറ്റ് നമ്മൾ റിമൂവ് ചെയ്തു, സ്പെസിഫിക് ഗ്രാവിറ്റി കൂടോ കുറയോ? ഫാറ്റ് നീക്കം ചെയ്തു, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് ചെയ്യും? കൂടോ കുറയോ? കൂടും. കാര്യം എന്താ? അത്രയും ആ ഫാറ്റിന്റെ അളവല്ലേ? എത്രയാണ്? സ്പെസിഫിക് ഗ്രാവിറ്റി 0.93 ഉള്ള ഫാറ്റും കൂടെ ഡിസ്പേർഷൻ ആയിട്ട് കിടക്കുന്ന ആ മീഡിയത്തിൽ നമ്മൾ ഇടുമ്പോഴത്തേക്ക് എന്താണ്? അതും കൂടെ കൂട്ടിയിട്ടല്ലേ അതിന്റെ നെറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് താരതമ്യേന വ്യത്യാസം വരും അല്ലേ? ഓക്കെ, അപ്പോൾ അതെല്ലാം പറയാം നമുക്ക്. അപ്പം എന്തൊക്കെയാണ്? അതിന്റെ ഓരോ കോമ്പോസിനനുസരിച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ മക്കളെ? വാട്ടർ അല്ലേ? വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്കറിയാം 1 ആണ് എന്ന് നമുക്കറിയാം. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇവിടെ പഠിച്ചിരിക്കേണ്ടത് ഫാറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പഠിച്ചിരിക്കണം. എഴുതി വെക്കണം കേട്ടോ, നിങ്ങൾ എഴുതി വെക്കണം. 0.93 ഓർമ്മയിരിക്കൂല. ചിലർക്ക് ഓർമ്മയിരിക്കുന്ന മിടുക്കന്മാരുണ്ട്, ഇല്ലാന്നും പറയുന്നില്ല. സാധാരണക്കാരന് ഓർമ്മയിരിക്കില്ല. കാരണം നമ്പറുകൾ എപ്പോഴും നമുക്ക് വല്ലപ്പോഴും കൺഫ്യൂസിങ് ആയിരിക്കും. പ്രോട്ടീൻ്റെ നോക്കി വെക്കും മക്കളെ. എന്താണ്? 1-ൽ കൂടുതലാണ്. കാര്യം എന്താ? വെള്ളത്തിനേക്കാളും തിക്കറാണ്. യെസ്, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ അല്ലേ? എന്താണ്? മിൽക്ക് ഈസ് ഹെവിയർ ദാൻ വാട്ടർ. 1.346 ആണ് പ്രോട്ടീൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. പിന്നെ എന്തുണ്ട് മക്കളെ? ലാക്ടോസ് ഉണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി എത്ര? 1.666. ഓക്കെ, സാൾട്ടുകളുണ്ട്. വളരെ കൂടുതൽ. എന്താണ്? 4.12 സാൾട്ടിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. എന്താ? 4.12 സാൾട്ടുകളുടെ സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാ ഉള്ളത്? ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ലാക്ടോസ് ഉണ്ട്, സാൾട്ട് ഉണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നോക്ക് മക്കളെ, ഇത് ഫാറ്റ്, ഇതങ്ങോട്ട് മാറി നിൽക്കട്ടെ. ബാക്കിയുള്ള ഈ 3 കാര്യങ്ങളെ കൂട്ടി നമ്മൾ സോളിഡ് നോട്ട് ഫാറ്റ് എന്ന് വിളിക്കും. SNF എന്ന് വിളിക്കും അല്ലേ? SNF. അപ്പോൾ SNFന്റെ ടോട്ടൽ ആവറേജ് മീൻ അല്ലേ? മീൻ വാല്യൂ എടുക്കുമ്പോൾ 1.616 എന്ന് കിട്ടും. 1.616 എന്ന് കിട്ടും കേട്ടോ. ഇത്രയേ ഉള്ളൂ. പ്രോട്ടീൻ്റെതും ഈ സാൾട്ടിൻ്റെതും അതുപോലെ ലാക്ടോസിൻ്റെതും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെക്കുമ്പോൾ ഈ ഒരു കണക്കിന് കിട്ടും. അപ്പോൾ സാൾട്ടിന് ഇത്രയും കൂടുതലല്ലേ സാറേ? സാൾട്ടിന് ഇത്രയും കൂടുതലല്ലേ? പിന്നെ എങ്ങനെ ഇതിൻ്റെ മീൻ വാല്യൂ കറക്റ്റാಗಿ കിട്ടും? എന്താ കാര്യം? സാൾട്ട് അത്രയും കുറച്ചേ ഉള്ളൂ പാലിൽ. മനസ്സിലായാ? എടാ, 4.12 ഉള്ള സാൾട്ട് പാലില് അതിൻ്റെ കോമ്പോസിഷൻ വളരെ കുറവാ. മനസ്സിലായോ? അതുകൊണ്ടാണ് SNFന്റെ വാല്യൂ അങ്ങനെ കിട്ടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണ്. ഫാറ്റിൻ്റെത് 1-ൽ താഴെയാണല്ലേ? 0.93 ആണ് ദ ലൈറ്റസ്റ്റ് കണ്ടന്റ് ഓഫ് മിൽക്ക്. പ്രോട്ടീൻ 1.346 ആണ്. ലാക്ടോസ് വന്നിട്ട് 1.666 ആണ്. സാൾട്ട് 4.12 ആണ്. ഇതിൻ്റെ മീൻ സ്പെസിഫിക് വാല്യൂ SNF എടുക്കുമ്പോൾ എന്താണ്? 1.616 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇനി 2-3 കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ടറുകൾ നമുക്ക് നോക്കാം. ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. പ്രധാനമായിട്ടും നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ആസ് മിൽക്ക് ഫാറ്റ് ഈസ് ദ ലൈറ്റസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് മിൽക്ക് ഫാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ലൈറ്റസ്റ്റ് ആണ് അല്ലെ? ഏറ്റവും വെയിറ്റ് കുറഞ്ഞ സാധനമാണ്. പാലിലുള്ള ഏറ്റവും വെയിറ്റ് കുറഞ്ഞ സാധനം ആണ് നമ്മുടെ മിൽക്ക് ഫാറ്റ് എന്ന് പറയുന്നത്. ദ മോർ ദർ ഈസ് ദ ലോവർ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ബി ആൻഡ് വൈസ് വേഴ്സ. കൂടുതൽ ഫാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി SG എങ്ങനെ കുറഞ്ഞിരിക്കും അല്ലേ? ഫാറ്റ് കൂടുതലാണെങ്കിൽ എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി കുറഞ്ഞിരിക്കും. ഫാറ്റ് കുറയാനനുസരിച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി SG എന്ത് കൂടും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും അതങ്ങനെയാണ്. ബഫല്ലോ മിൽക്കിന്റെ കാര്യം എടുക്കാം. ബഫല്ലോ മിൽക്കിന് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ബഫല്ലോ മിൽക്കിൽ നോർമലി ഫാറ്റും കൂടുതലാണ്. ബഫല്ലോ മിൽക്കിൽ ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ്. ആവറേജ് 7 വരുന്നുണ്ട് കേട്ടോ. മുറയുടെയൊക്കെ ഫാറ്റ് പെർസെൻറ്റേജ് 7 വരും. അപ്പോൾ 7 മുകളിൽ 9 ബ്രീഡ്സും ഉണ്ട്. ഓക്കെ, കാരണം ഫാറ്റ് ഏറ്റവും ഒരു കാര്യം മനസ്സിലാക്കിയോ, പാലിൽ ഏറ്റവും കൂടുതൽ വേരിയബിൾ ആയിട്ട് നിൽക്കുന്ന കണ്ടന്റും എന്താണ്, ഫാറ്റാണെന്ന് മനസ്സിലാക്കാം. ഏറ്റവും കൂടുതൽ വേരിയബിളും ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഫാറ്റാണ്. കാര്യം അക്കോർഡിംഗ് ടു ബ്രീഡ് തന്നെ വലിയ വ്യത്യാസം വരും ഫാറ്റ് കണ്ടന്റിൽ. കാര്യം എന്താ, HFന് 3 to 3.5% HFന്റെ പാലിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കൊഴുപ്പ് എന്ന് പറയുമ്പോൾ ഫാറ്റ്. അതേസമയം ജേഴ്സി എടുക്കുമ്പോൾ 5 മുകളിലോട്ട് പോകും, 5% മുകളിലേക്ക് പോകും. അത് ബഫല്ലോ എടുക്കുമ്പോഴത്തേക്കും 7 മുകളിലോട്ട് പോകും. മനസ്സിലായില്ലേ? അത്രയും വേരിയബിൾ ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ഫാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞെന്താണ്, എന്താണ്, ഫാറ്റാണ് ഏറ്റവും ലൈറ്റസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവന്റ്. ഓക്കെ, അപ്പോൾ അത് ഫാറ്റ് മാറ്റിയാൽ SNF കൂടില്ല, പക്ഷെ എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും. അതുപോലെ ഫാറ്റ് കൂടിയാൽ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും, നമുക്കറിയാം. അതുപോലെ ബഫല്ലോ മിൽക്കിനെ സംബന്ധിച്ച് ഫാറ്റ് കണ്ടന്റ് താരതമ്യേന കൂടുതലാണ്, പക്ഷേ സ്പെസിഫിക് ഗ്രാവിറ്റിയും കൂടുതലാണ്. എന്താ കാര്യം? വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. അതിനകത്തുള്ള SNFും അതിനോട് ആനുപാതികമായിട്ട് കൂടുതലാണ്. ഓക്കെ, സാധാരണ നമുക്ക് ബഫല്ലോ മിൽക്കിലെ ഫാറ്റ് കൂടുതലാണ്. അതുകൊണ്ടല്ല അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുന്നത്. ഒരിക്കലും നമ്മളങ്ങനെ കൺഫ്യൂസ് വെക്കരുത്. എന്താണ്, കൗസ് മിൽക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫാറ്റ് കണ്ടന്റ് എപ്പോഴും ബഫല്ലോയ്ക്ക് കൂടുതലാണ്. അതുകൊണ്ടല്ല ബഫല്ലോ മിൽക്കിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുന്നത്. അതിന് ആനുപാതികമായിട്ട് എന്തും കൂടുതലുണ്ട്, SNFും കൂടുതലുണ്ട്. ഓക്കെ, നമ്മൾ ഖോവ പ്രിപ്പറേഷനെല്ലാം പഠിക്കുമ്പോഴത്തേക്കും ഖോവ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ഹീറ്റ് കൊയാഗുലേറ്റഡ് പ്രോഡക്റ്റാണ് ഖോവ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പാൻ എടുത്തിട്ട് അതിനകത്ത് പാൽ വെച്ച് ചൂടാക്കി അതിനകത്തുള്ള വെള്ളം എല്ലാം കളഞ്ഞൊരു ഖോവ മാസാക്കി എടുത്ത് പിന്നെ അത് വെച്ച് വേറെ പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കും. അതാണ് ഖോവ എന്ന് പറയുന്നത്. അപ്പോൾ ഖോവ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ബഫല്ലോ മിൽക്കുമാണ് പ്രിഫർ ചെയ്യുക എന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ, കൂടുതൽ ഖോവ കിട്ടുന്നത് ബഫല്ലോ മിൽക്ക് എടുക്കുമ്പോഴത്തേന് മാത്രമല്ല, കൂടുതൽ നല്ല വൈറ്റിഷ് ആയിട്ടുള്ള നല്ല വൈറ്റ് കളറുള്ള ഖോവ കിട്ടണമെങ്കിലും ബഫല്ലോ മിൽക്ക് എടുക്കുമ്പോഴേ കിട്ടത്തുള്ളൂ. കാര്യം എന്താ, ആദ്യം പറഞ്ഞ കാരണം എന്താ, അതിൽ കൂടുതൽ SNF ഒക്കെ കൂടുതൽ ഏതിനാണ്, ബഫല്ലോ മിൽക്കിനാണ് അല്ലേ, കട്ടി കൂടുതൽ ബഫല്ലോ മിൽക്കിനാണ്. ഓക്കെ, അപ്പോൾ അതാണ് കാരണം. അതുകൊണ്ടാണ് ബഫല്ലോ മിൽക്കിൻ്റെ എന്ത് സംഭവിക്കുന്നത്, സ്പെസിഫിക് ഗ്രാവിറ്റി താരതമ്യേന കൂടി വരുന്നത്, റീഡിങ് കൂടുതൽ കിട്ടുന്നത്. അല്ലാതെ ഫാറ്റ് കൂടിയത് കൊണ്ടല്ല, ഫാറ്റിന് ആനുപാതികമായിട്ട് അതിനോടൊപ്പം എന്തും കൂടുതലാണ്, SNFും കൂടുതലാണ്. ഇനി ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ഈസ് ലോവേർഡ് ബൈ അഡീഷണൽ വാട്ടർ. നോക്ക്, സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴൊക്കെ കുറയുന്നേ, വെള്ളം ചേർത്താൽ എന്ത് കൂടുമോ കുറയുമോ, വെള്ളം ചേർത്താൽ കുറയും. കാര്യം എന്താ, അവിടെ നമ്മൾ വേറെ സോളിഡ് ഒന്നും ചേർക്കുന്നില്ല അല്ലേ, വെള്ളം ചേർത്താൽ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും. അതുപോലെ ക്രീമോ ഫാറ്റോ ചേർത്താൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് സംഭവിക്കും, കുറയും. അതുപോലെ എങ്ങനെയാണ് കൂട്ടാൻ പറ്റുന്നത്, സ്കിം മിൽക്ക് നമ്മൾ ആഡ് ചെയ്താൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും അല്ലേ. അതുപോലെ ഫാറ്റ് റിമൂവ് ചെയ്താൽ, കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇതാണ്, മുകളിൽ നിന്നുള്ള ഫാറ്റ് റിമൂവ് ചെയ്താൽ ടോട്ടൽ പാലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും. പിന്നെ ആൾക്കാർ വേറെ പരിപാടി ഉണ്ട്, എന്താണ്, നമ്മുടെ സ്റ്റാർച്ച് ആഡ് ചെയ്യും. സ്റ്റാർച്ച് വെച്ചിട്ടുള്ള അഡൾട്രേഷൻ ഉണ്ട് മിൽക്കിന്, ചെയ്യാറുണ്ട്. സ്റ്റാർച്ച് ആഡ് ചെയ്താൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും അല്ലേ. അതുപോലെ വേറെ പഞ്ചസാര ഇട്ടാൽ എന്താണ്, പിന്നെ സോളിഡ്സ് കൂടിയില്ലടാ, സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്താൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും, ഫാറ്റ് ചേർത്താൽ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ നമ്മൾ അറിഞ്ഞു വയ്ക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം. ഈ 2 നിർണ്ണയ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്താണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഉത്തരം എഴുതാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇത് അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അസേർഷൻ നോക്കാം. ബഫല്ലോ മിൽക്ക് ഹാസ് ഹയർ സ്പെസിഫിക് ഗ്രാവിറ്റി റാദർ ദാൻ ദാറ്റ് ഓഫ് കൗസ് മിൽക്ക്. ഒരു പ്രസ്താവന എന്താണ്, ഒരു അനുമാനം വെച്ചേക്കാണ്. ബഫല്ലോ മിൽക്കിന് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണ്, കൗസ് മിൽക്കിനേക്കാൾ കൂടുതൽ ആണ്. ഓക്കെ, അസേർഷൻ ആണ്. അത് ശരിയാണോ? ശരിയാണ് അല്ലേ. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രസ്താവനയല്ല, ഇത് ശരിക്കും അസേർഷൻ, അനുമാനം ശരിയാണ്. ഇനി അതിന്റെ കാരണം പറഞ്ഞിരിക്കുന്നു, ദ ഫാറ്റ് പെർസെന്റേജ് ഓഫ് ബഫല്ലോ മിൽക്ക് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് കൗസ് മിൽക്ക്. ആ പ്രസ്താവന ശരിയാണോ? ആ പ്രസ്താവന ശരിയാണ്. സാധാരണ പ്രസ്താവന ചോദ്യമാണെങ്കിൽ 1ഉം 2ഉം ശരി എന്ന് മാത്രം നമുക്ക് എഴുതിയാൽ മതി. പക്ഷേ ഇത് അസേർഷൻ റീസൺ ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് വായിക്കണം. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേർഷൻ. നോക്ക്, ഈ റീസൺ അസേർഷന്റെ വ്യക്തമായിട്ടുള്ള ശരിയായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ളതാണ്. അല്ല. നേരത്തെ എന്താ കാര്യം,
എന്താണ് ബഫല്ലോ മിൽക്കിന് കൂടുതൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്. അതിന്റെ കാരണം എന്തല്ല, ഫാറ്റ് പെർസെന്റ് കൂടുതലായതല്ല. ഇത് ശരിയാണെങ്കിലും അസേഷന്റെ കാരണം താഴെ കൊടുത്തിരിക്കുന്നതല്ല. ഇതിന് ശരിക്കുള്ള കാരണം എന്താണ്? SNF കണ്ടന്റ് ഓഫ് ബഫല്ലോ മിൽക്ക് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് കൗസ് മിൽക്ക് എന്നാണ് ഇവിടെ റീസൺ കൊടുത്തതെങ്കിൽ റീസൺ ശരിയുമാണ്, അസേഷന്റെ ശരിയായ കാരണവുമാണ് നമ്മുടെ റീസൺ. അപ്പോൾ ഇതല്ല ഉത്തരം. ഇത് നോക്കാം. ബോത്ത് ദ അസേഷൻ റീസൺ ആർ കറക്റ്റ് ആൻഡ് ദ റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേഷൻ. ഇതാണ് ശരിയായ ഉത്തരം. അസേഷനും റീസണും ശരിയാണ്, പക്ഷേ റീസൺ എന്ന് പറയുന്നത് അസേഷന്റെ ശരിയായിട്ടുള്ള കാരണം അല്ല. ഓക്കെ, ബാക്കി രണ്ടും നോക്കേണ്ട കാര്യമില്ല. ഓക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലായില്ലേ മക്കളെ? ഇങ്ങനെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക കേട്ടോ. എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെ ആയിരിക്കും. 40% ചോദ്യങ്ങൾ നമുക്ക് ഇതുപോലെയൊക്കെ ആയിരിക്കും. ഇതുപോലെ പ്രസ്താവനകളൊക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഐഡിയയെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പണ്ടത്തെ പോലെ ക്വസ്റ്റ്യനും ആൻസറും പഠിച്ചുകൊണ്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. അറിയാലോ, നോക്കാം. ഫ്രഷ്ലി ഡ്രോൺ മിൽക്ക് റിയാക്ട്സ് ടു ലിറ്റ്മസ് പേപ്പർ ഹൗ? എങ്ങനെയാണ്? ആംഫോട്ടറിക് ടു ലിറ്റ്മസ് അല്ലേ? എന്നാൽ ടേൺസ് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ ആൻഡ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. അപ്പോൾ എല്ലാവരും ഉത്തരം വിളിച്ചു പറയണം കേട്ടോ. നിങ്ങൾ അടുത്തിരുന്ന ആൾക്കാർ കേൾക്കുമെന്ന് വിചാരിക്കേണ്ട ഒന്നും. അപ്പോൾ ചിലർ ഇവനത് വട്ടായോ? ഉത്തരം വിളിച്ച് പറയണം കേട്ടോ. ഉത്തരം വിളിച്ച് പറയണം. വാട്ട് കോസസ് ദ നാച്ചുറൽ ഓർ അപ്പാരന്റ് അസിഡിറ്റി ഇൻ മിൽക്ക്? നോക്ക്. അപ്പാരന്റ് അസിഡിറ്റി കാരണമായ എന്താണ്? ബാക്ടീരിയൽ ആക്ഷൻ ആണോ? ഹൈ ടെമ്പറേച്ചർ ആണോ? പ്രസൻസ് ഓഫ് പറഞ്ഞു കഴിഞ്ഞു. വെരി ഗുഡ്. ഉത്തരം പറയൂ. പ്രസൻസ് ഓഫ് കേസീൻ, ആസിഡ്, ഫോസ്ഫേറ്റ്, സിട്രേറ്റ്സ് എക്സെട്ര. ഇതാണ് അപ്പാരന്റ് അസിഡിറ്റിക്ക് കാരണമായിട്ട് വരുന്നത് അല്ലേ? അതുപോലെ അടുത്ത ഉത്തരം പറ. ദ നാച്ചുറൽ അസിഡിറ്റി ഓഫ് മിൽക്ക് ക്യാൻ വേരി ഡ്യൂ ടു ഫാക്ടേഴ്സ് ലൈക്ക്. അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണ്? സ്പീഷീസ്, ബ്രീഡ് ആൻഡ് ഫിസിയോളജിക്കൽ കണ്ടീഷൻസ്. ടെമ്പറേച്ചർ അറ്റ് വിച്ച് മിൽക്ക് ഈസ് സ്റ്റോർഡ് ക്യാൻ അഫക്ട് ദ അസിഡിറ്റി. സംശയമൊന്നുമില്ല. കാര്യം നമ്മൾ ചില്ലിങ് ടെമ്പറേച്ചർ, അതായത് നമ്മൾ 5 ഡിഗ്രി സെന്റിഗ്രേഡ് താഴെ സൂക്ഷിച്ചാൽ അസിഡിറ്റി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ കുറേ നേരം വെച്ച്, അല്ലാതെ റൂം ടെമ്പറേച്ചർ നാച്ചുറൽ അസിഡ് ഡെവലപ്പ് ആവും. പക്ഷേ ഇത് ഉത്തരമാണോ എന്ന് വെച്ചാൽ ഇതില്ലെങ്കിൽ നമുക്ക് ഉത്തരമായിട്ട് എടുക്കാം. പക്ഷേ എപ്പോഴും നമുക്ക് ഡയറക്റ്റ് ഉത്തരം എവിടെ കിടക്കുന്നത്? സ്പീഷീസ്, ബ്രീഡ് ആൻഡ് ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ സംശയങ്ങൾ കട്ട് ചെയ്ത് പോകാൻ കേട്ടോ. എന്തുകൊണ്ടാണ് അത് വരാത്തതെന്ന് പറഞ്ഞു പോവാണ്. അതുപോലെ ഹയർ സോളിഡ്സ് നോട്ട് ഫാറ്റ് കണ്ടന്റ് ഇൻ മിൽക്ക് കോറിലേറ്റ്സ് വിത്ത് SNF കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? നാച്ചുറൽ അസിഡിറ്റി കൂടുമോ കുറയുമോ മക്കളെ? കൂടുമല്ലേ? കാര്യം ആസിഡ്, ഫോസ്ഫേറ്റ്സ്, സിട്രേറ്റ്സ് ഒക്കെയാണ് അതിന് കാരണമായിട്ട് വരുന്നത് അല്ലേ? അതുപോലെ ആവറേജ് ടൈറ്റർ അസിഡിറ്റി ഓഫ് കൗസ് മിൽക്ക് എത്ര? 0.013 മുതൽ 0.014%. അതുപോലെ ഡെവലപ്ഡ് ഓർ റിയൽ അസിഡിറ്റി ഇൻ മിൽക്ക് ഈസ് പ്രൈമർലി കോസ്ഡ് ബൈ. റിയൽ അസിഡിറ്റിക്ക് കാരണം അല്ലെങ്കിൽ ഡെവലപ്ഡ് അസിഡിറ്റിക്ക് കാരണം എന്താണ്? ലാക്റ്റിക് ആസിഡ് അല്ലേ? ബാക്ടീരിയൽ ആക്ഷൻ മൂലം ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡ് ആണ് ഡെവലപ്ഡ് അസിഡിറ്റിക്ക് കാരണം. അതുപോലെ ടൈട്രബിൾ അസിഡിറ്റി ഇൻ സ്റ്റോർഡ് മിൽക്ക് ഈസ് ഈക്വൽ ടു. സ്റ്റോർഡ് മിൽക്കിൽ ഉള്ള ടൈട്രബിൾ അസിഡിറ്റി എന്തൊക്കെ ഉണ്ടാവും അതിനകത്ത്? ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞു 2 കാര്യങ്ങൾ കൂട്ടണം. എന്തൊക്കെ കൂട്ടണം? നാച്ചുറൽ അസിഡിറ്റിയും ഡെവലപ്ഡ് അസിഡിറ്റിയും കൂട്ടണമെന്ന് പറഞ്ഞു അല്ലേ? വെരി ഗുഡ്. അതുപോലെ ടൈട്രബിൾ അസിഡിറ്റി ഇൻ മിൽക്ക് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് എങ്ങനെ? പെർസെൻറ്റേജ് ഓഫ് ലാക്റ്റിക് ആസിഡ് അല്ലേ? ലാക്റ്റിക് ആസിഡ് പെർസെൻറ്റേജ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെ ദ നോർമൽ pH റേഞ്ച് ഓഫ് ഫ്രഷ് സ്വീറ്റ് കൗ മിൽക്ക് എത്രയാണ്? ഉത്തരം പറ, കമന്റ് ചെയ്. എത്രയാണ്? യെസ്, വെരി ഗുഡ്. 6.4 മുതൽ 6.6 വരെയാണ്. അതുപോലെ ഹയർ pH വാല്യൂ ഇൻ ഫ്രഷ് മിൽക്ക് മേ ഇൻഡിക്കേറ്റ്. ഇൻഡിക്കേറ്റ് ചെയ്യുന്നേ? അഡർ ഇൻഫെക്ഷൻ. ഫ്രഷ് മിൽക്കിൽ pH കൂടുതലാണെങ്കിൽ മാസ്റ്റേറ്റിക് മിൽക്ക് ആകാനുള്ള സാധ്യത കൂടുതൽ ആണ്. അതുപോലെ വിച്ച് ഇൻഡിക്കേറ്റർ യൂസ് ദ ടൈട്രേഷൻ പ്രോസസ് ടു ഡിറ്റർമൈൻ മിൽക്ക് അസിഡിറ്റി? ഏത് വേണോ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഇവിടെ ഫിനോഫ്തലിൻ നമുക്ക് പുസ്തകത്തിൽ പറഞ്ഞുള്ളത് ഫിനോഫ്തലിൻ. വേറെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, നമുക്കറിയാലോ. അതുപോലെ വേരിയേഷൻ നാച്ചുറൽ അസിഡിറ്റി ഓഫ് ഇൻഡിവിജ്വൽ മിൽക്ക് ക്യാൻ ബി ആട്രിബ്യൂട്ടഡ് ടു. എന്തിലേക്കൊക്കെ നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്തെടുക്കാം ഈ നാച്ചുറൽ അസിഡിന്റെ വേരിയേഷൻ? സ്പീഷീസ് കാരണം വ്യത്യാസം ഉണ്ടാകാം, ബ്രീഡ് കാരണം, സ്റ്റേജ് ഓഫ് ലാക്ടേഷൻ കാരണം എല്ലാം നാച്ചുറൽ അസിഡിറ്റീസ് വേരിയേഷൻ ഉണ്ടാകാം അല്ലേ? അതുപോലെ ലോവർ pH വാല്യൂസ് ഇൻ ഫ്രഷ് മിൽക്ക് കുഡ് ഇൻഡിക്കേറ്റ് ഓൾ എക്സെപ്റ്റ്. ലോവർ pH വാല്യൂസ് ഇൻ ഫ്രഷ് മിൽക്ക് എന്തൊക്കെ? ഹയർ ന്യൂട്രീഷണൽ വാല്യൂ അല്ല. മാസ്റ്റേറ്റീസ് ഉണ്ടെങ്കിൽ ലോവർ pH ഉണ്ടാവാം. ലോവർ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്ക് പിരിഞ്ഞു പോകാറായി കഴിഞ്ഞാൽ ലോവർ pH ആവാം. സ്പോയിലേജ് ഉണ്ടെങ്കിലും pH കുറയാം. യെസ്. അപ്പോൾ എന്താണ്? ഉൾപ്പെടാത്ത ഏതാണ്? ഹൈ ന്യൂട്രീഷണൽ വാല്യൂ മാത്രം അതിൽ ഉൾപ്പെടില്ല.
ഇനി പ്രസ്താവന ചോദ്യം നോക്കാറാ. ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് അല്ലേ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഇറ്റ്സ് ടെമ്പറേച്ചർ. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. മുകളിൽ എന്തോ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. മുകളിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ആദ്യം പ്രസ്താവനകൾ വായിക്കണം നിങ്ങൾ. അപ്പോൾ എന്താണ്, ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഇറ്റ്സ് ടെമ്പറേച്ചർ. അത് തെറ്റായ പ്രസ്താവന അല്ലേ സാറേ? ആണ് അല്ലേ. കാരണം എന്താ, ടെമ്പറേച്ചറിന് വലിയ സ്ഥാനമുണ്ട് അല്ലേ. ടെമ്പറേച്ചർ മാറുമ്പോൾ എന്ത് മാറും, ഡെൻസിറ്റി മാറും, അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി മാറും അല്ലേ. ഇനി എ പിക്നോമീറ്റർ യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ബൈ ഡിറ്റർമിനിങ് എന്തളന്നുകൊണ്ട് വോളിയം ഓഫ് എ ഗിവൺ വെയിറ്റ്. വോളിയം ഓഫ് എ ഗിവൺ വെയിറ്റ്, ഡിറ്റർമിനിങ് ദ വോളിയം അല്ല, വോളിയം പിക്നോമീറ്റർ വോളിയം നമുക്കറിയാം എന്താണ്, വെയിറ്റ് ഓഫ് എ ഗിവൺ വോളിയം. 50 മില്ലി എത്ര ഭാരം ഉണ്ടെന്ന് നോക്കുന്നത്, നേരെ തിരിച്ച്. അപ്പോൾ ഇതെന്താ, തെറ്റാണ് അല്ലേ. അടുത്ത് നോക്കാം. ലാക്ടോമീറ്റേഴ്സ് ആർ യൂസ്ഡ് ടു മെഷർ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ബേസ്ഡ് ഓൺ എങ്ങനെയാ, വെയിറ്റ് ഓഫ് എ നോൺ വോളിയം. തെറ്റ്. കാര്യം എന്താ, നമ്മുടെ കയ്യിരിക്കുന്ന ലാക്ടോമീറ്റർ എത്ര ഭാരമുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അതിന് എത്ര വോളിയം പുറത്തോട്ട് കളയാൻ പറ്റുമെന്ന് അത് അളന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പെസിഫിക് ഗ്രാവിറ്റി. അവിടെ വോളിയമാ ചെക്ക് ചെയ്യുന്നത് അല്ലേ. യെസ്. അപ്പോൾ എന്താണ് ഓപ്ഷൻ ഡി, നോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ. അപ്പോൾ ഇത് ഇത്രയും ചെയ്തിട്ട് നമുക്ക് കഴിഞ്ഞില്ല കേട്ടോ. ഇതും തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ വായിക്കണം. ഇനി നോക്കണം ശരിയാണോ കണ്ടുപിടിക്കണം, തെറ്റാണോ കണ്ടുപിടിക്കണം. അപ്പോൾ കറക്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കാം. അപ്പോൾ ഒന്നുമില്ല, ഓപ്ഷൻ ഉണ്ടോ നോക്കണം. ഡി കിട്ടി, നോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഇനി നോക്കാം, ഫൈൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ബിലോ. താഴെ തന്നിരിക്കുന്നത് തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കൂ. നോക്കേ, അവിടെ നിൽക്കട്ടെ. അതിന് സ്റ്റേറ്റ്മെന്റ് നോക്കാം. കൗ മിൽക്ക് ഹാസ് എ ഹയർ ആവറേജ് സ്പെസിഫിക് ഗ്രാവിറ്റി ദാൻ ദാറ്റ് ഓഫ് ബഫല്ലോ മിൽക്ക്. ആവറേജ് സ്പെസിഫിക് ഗ്രാവിറ്റി എടുക്കുമ്പോൾ ബഫല്ലോനേക്കാളും സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണെന്ന് പറയുന്നു. തെറ്റായ പ്രസ്താവന അല്ലേ. ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ഡിക്രീസസ് വിത്ത് ദ അഡീഷൻ ഓഫ് മോർ ഫാറ്റ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ഡിക്രീസസ് വിത്ത് ദ അഡീഷൻ ഓഫ് മോർ ഫാറ്റ്. ഫാറ്റ് ആഡ് ചെയ്താൽ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുമെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയായ പ്രസ്താവന അല്ലേ, അല്ലേടാ. അതുപോലെ അറ്റ് 60 ഡിഗ്രി ഫാരൻഹീറ്റ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്കിം മിൽക്ക് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഹോൾ കൗ ഓർ ബഫല്ലോ മിൽക്ക്. 60 ഡിഗ്രി ഫാരൻഹീറ്റിൽ എന്താണ്, സ്കിം മിൽക്കിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൗ മിൽക്കിനേക്കാളോ ബഫല്ലോ മിൽക്കിനേക്കാളോ കൂടുതലായിരിക്കുമെന്ന് പറയുന്നു. ശരിയായ പ്രസ്താവന. കാര്യം എന്താ, സ്കിം മിൽക്ക് എന്ന് പറഞ്ഞാൽ ഫാറ്റ് റിമൂവ് ചെയ്ത സാധനമാണ് സ്കിം മിൽക്ക്. അതിന് സ്വാഭാവികമായിട്ട് എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി താരതമ്യേന കൂടുതലാണ്. അപ്പോൾ ഏതൊക്കെ ശരിയാ ഇൻകറക്റ്റ് അല്ല. ഇനി ക്വസ്റ്റൻ നോക്കണേ, മോളിൽ ഇൻകറക്റ്റ് ആയി ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ ഒന്ന് മാത്രം ഇൻകറക്റ്റ്. ഏതാ ശരി ഉത്തരം? സി ആണ് ഉത്തരം. വളരെ ലളിതമായിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ഉത്തരങ്ങൾ കമന്റ് ചെയ്യട്ടെ ഉത്തരം. ഓക്കെ. അതുപോലെ ഫൈൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഈസ് കറക്റ്റ് ഫ്രം ബിലോ. നോക്കാം. ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ഈസ് എ ഡയറക്റ്റ് മെഷർ ഓഫ് ഇറ്റ്സ് ഫാറ്റ് കണ്ടന്റ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് എന്ന് പറയുമ്പോൾ ഫാറ്റ് കണ്ടന്റ് ഡയറക്റ്റ് മെഷർ ആണോ? അല്ല അല്ലേ. പണ്ടാണെങ്കിൽ നമ്മൾ അങ്ങനെ എഴുതിയാണ്. ഞാൻ പണ്ടാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് എഴുതും. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഫാറ്റിന്റെ അളവാണെന്ന് എഴുതും. ഇല്ല, തെറ്റാണ്. അതുപോലെ ദ പ്രൈമറി ഫേസ് ഓഫ് മിൽക്ക് ഈസ് ഫാറ്റ് ഇൻ വിച്ച് അതർ കോൺസ്റ്റിറ്റ്യൂവൻസ് ആർ ഡിസോൾഡ് ഓർ സസ്പെൻഡഡ്. നോ, തെറ്റ്. പ്രൈമറി ഫേസ് എന്താ മക്കളെ? എന്താണ്? വെള്ളമാണ്. അതിനകത്താണ് ഈ രീതിയിൽ എന്ത് കാണപ്പെടുന്നത് അല്ലേ. അതുപോലെ ലാക്ടോസ് ആൻഡ് എ പോർഷൻ ഓഫ് ദ മിനറൽ സാൾട്സ് ഇൻ മിൽക്ക് ആർ ഫൗണ്ട് ഇൻ കൊളോയിഡ് സസ്പെൻഷൻ. തെറ്റ്. ലാക്ടോസ് പഞ്ചസാര ലയിക്കുമെന്ന് പറഞ്ഞു, കൊളോയിഡ് ആയിട്ടല്ല കാണുന്നത് അല്ലേ. എങ്ങനെ? അത് സൊല്യൂഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. സൊല്യൂട്ടും സോൾവെന്റുമായിട്ട് ഇങ്ങനെ ലയിച്ചു ചേർന്നുള്ള സൊല്യൂഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അത് തെറ്റായ പ്രസ്താവന. ഇനി പ്രോട്ടീൻസ് ആൻഡ് ദ റിമൈൻഡർ ഓഫ് ദ മിനറൽസ് ഇൻ മിൽക്ക് ആർ ഫൗണ്ട് ഇൻ കൊളോയിഡ് സസ്പെൻഷൻ. ശരിയാണ്. പ്രോട്ടീൻ എങ്ങനെ? പ്രോട്ടീൻ നേരത്തെ മുട്ട എടുത്ത് വെള്ളത്തിൽ കളയാൻ പറഞ്ഞില്ലേ, കൊളോയിഡ്. യെസ്, അത് ശരിയായ പ്രസ്താവന. ഇനി ചോദ്യം നോക്കാം. ഫൈൻഡ് ദ സ്റ്റേറ്റ്മെന്റ് സ്റ്റേഷൻ ദാറ്റ് ഈസ് കറക്റ്റ് ഫ്രം ബിലോ. ഏത്? 4 മാത്രം. അപ്പോൾ ഉത്തരം സി ആണ്. ഓക്കെ. അങ്ങനെ ഇനി നമുക്ക് അടുത്ത ബാക്കി പ്രസ്താവന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് പരീക്ഷയിലേ കിട്ടത്തുള്ളൂ കേട്ടോ. പരീക്ഷ എഴുതി നോക്കണം. എല്ലാ ചോദ്യവും അങ്ങ് എന്നിട്ട് അന്ന് നോക്കിയിട്ട് കാണാൻ പഠിച്ച് എഴുതിയാൽ മതി. നടപടിയാവുന്ന പരിപാടിയല്ല. നിങ്ങളുടെ നോളജ് നമ്മൾ ടെസ്റ്റ് ചെയ്യും കേട്ടോ. നോക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് ദ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. Which device is used to determine the density or specific gravity of milk by measuring the weight of a non-volume? Weight of a non-volume എന്ന് പറയുമ്പോഴത്തേക്കും പിക്നോമീറ്റർ. അതുപോലെ the volume of a non-weight of milk can be measured using എന്താണ്? ലാക്ടോമീറ്റർ ആണ് അല്ലേ, ലാക്ടോമീറ്റർ. അതുപോലെ which type of milk has the highest average specific gravity at 60 degree Fahrenheit? സ്കിം മിൽക്കിനാണ് ഏറ്റവും കൂടുതൽ അല്ലേ. അതുപോലെ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കോമ്പോസിഷൻ അല്ലേ. എന്താണ്? കോമ്പോസിഷൻ. അതുപോലെ
വിച്ച് മിൽക്ക് കോൺസ്റ്റന്റ് ഹാസ് ദ ലോവസ്റ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി? സിമ്പിൾ, ഏറ്റവും ലൈറ്റസ്റ്റ് ആണ് എന്താ? ഫാറ്റ് ആണ് അല്ലേ? ഫാറ്റ് ഈസ് ലൈറ്റസ്റ്റ് കണ്ടന്റ് ഇൻ മിൽക്ക്. അതുപോലെ ഹൗ ഡസ് ദ പ്രസൻസ് ഓഫ് മോർ ഫാറ്റ് അഫക്ട് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക്? ഫാറ്റ് കൂടിയാൽ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും. ബി ആണ് ഉത്തരം അല്ലേ? കമന്റ് പടപട കമന്റ് ചെയ്യും. അതുപോലെ വൈ ഡസ് ബഫല്ലോ മിൽക്ക് ഹാവ് എ ഹയർ സ്പെസിഫിക് ഗ്രാവിറ്റി ദാൻ കൗ മിൽക്ക് ഡെസ്പൈറ്റ് ഹാവിംഗ് മോർ ഫാറ്റ്? കൂടുതൽ ഫാറ്റ് ഉണ്ടെങ്കിൽ കൂടിയും ബഫല്ലോ മിൽക്കിന് എന്തുകൊണ്ടാണ് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതൽ ചോദ്യം? എന്താണ്? ഡ്യൂ ടു മോർ SNF അല്ലേ? സി ആണ് ഉത്തരം. അതുപോലെ ആഡിങ് വാട്ടർ ടു മിൽക്ക് വിൽ, വെള്ളം ആഡ് ചെയ്താൽ എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുകയോ കുറയോ? കുറയും അല്ലേ? ഡിക്രീസസ് ഇറ്റ്സ് സ്പെസിഫിക് ഗ്രാവിറ്റി, ഒരു സംശയമില്ല കാര്യത്തിൽ. അതുപോലെ ദ അഡീഷൻ ഓഫ് സ്കിം മിൽക്ക് ടു ഹോൾ മിൽക്ക് വിൽ, ഹോൾ മിൽക്കിലേക്ക് നമ്മൾ സ്കിം മിൽക്ക് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഫാറ്റ് കുറയും, സ്പെസിഫിക് ഗ്രാവിറ്റി റൈസ് അപ്പ് ചെയ്യും, കൂടും അല്ലേ? യെസ്, എന്നാണ് ഇൻക്രീസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് മക്കളെ ചോദ്യങ്ങൾ വരാം. ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചൊക്കെ ഉണ്ടാവും. ഓക്കെ, അതുപോലെ സെയിം പോയിന്റ് നമ്മൾ പിന്നെയും മനസ്സിലാക്കി ചോദ്യങ്ങൾ ആൻസർ പഠിക്കേണ്ടി വരും. നിങ്ങൾക്ക് ഒരു ഏകദേശം 10ഓളം ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ആഡ് ചെയ്തുണ്ടായിരിക്കും പരീക്ഷ വരിക. പരീക്ഷ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് നിന്ന് എന്ത് എങ്ങനെ എവിടെ നിന്ന് ചോദിച്ചാലും കൃത്യമായിട്ട് ഞാൻ ആൻസർ ചെയ്യുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. മാറിപ്പോകുന്ന പോയിന്റ്സ് നിങ്ങൾ പ്രത്യേകം ചാർട്ട് ഉണ്ടാക്കി വിഷ്വൽ എയ്ഡ്സ് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ പഠിക്കണമെന്ന് സഹകാരി റേസ് പ്ലസ് പറഞ്ഞു തരും, അത് അങ്ങനെ തന്നെ പഠിക്കുക. പിന്നെ നമ്മുടെ കോഴ്സിനെ കുറിച്ച് പലർക്കും ഇപ്പോൾ സംശയമുണ്ട്. ഒരുപാട് പേര് വിളിച്ചു ചോദിക്കും, സാറേ ഫ്രീ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കുമോ? എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ. ഇത് നിങ്ങളെ പഠനം ഒന്ന് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി, പഠിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സഹകാരിയുടെ സംരംഭമാണ്. ഇത് അവസാനം പറയുന്നതിന് കാരണമുണ്ട്. കാര്യം എന്താ? ഇത് അവസാനം വരെ ക്ലാസ് കാണുന്നവൻ മാത്രം ഇത് കേട്ടാൽ മതി. അതുകൊണ്ടാണ് കേട്ടോ. ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന സീരിയസ്നെസ്സോടുകൂടി നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കാൻ തയ്യാറാവുക. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. സഹകാരി വന്നപ്പോൾ തന്നെ നമ്മൾ മുന്നോട്ട് ഒരു ആശയമാണ് ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ ഓൺലൈൻ ക്ലാസ്സിൽ പിള്ളേരെ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റേതായ റിസൾട്ട് നമുക്ക് എല്ലാ മേഖലയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അത് വിത്ത് പ്യുവർ ഓൺലൈൻ ക്ലാസ്. അപ്പോൾ നമ്മുടെ മെത്തേഡ് എല്ലാവരും അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ പലപ്പോഴും ഓഫ്ലൈൻ ക്ലാസ്സൊക്കെ അപ്രത്യക്ഷമായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ വെറുതെ ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ പോരാ, വെബിനാർ കേട്ട് കണ്ട് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു സ്ട്രാറ്റജിയാണ്. അതിലേക്കാണ് നമുക്ക് പോകാം. അപ്പോൾ എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, വേറെ ഒന്നും പറയാനില്ല. കാരണം ഈ അവസാന നിമിഷം വരെ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവൻ വേണമെന്ന ആഗ്രഹമുള്ളവനായിരിക്കും. അവനെ കൊണ്ട് ജോലി മേടിപ്പിച്ചെടുക്കാൻ ഞങ്ങൾ വിചാരിച്ചാൽ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസകൾ. താങ്ക് യു ആണ്.